ഹായ് ഓൾ, വെൽക്കം ടു ബ്രില്യൻസ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടൻസിയിലെ ചാപ്റ്റർ 7 ആണ്. ചാപ്റ്റർ 7 ക്യാഷ് ബുക്ക്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിനെ കുറിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുക, ലെഡ്ജറിൽ എങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് എൻട്രീസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മളുടെ ക്യാഷ് ബുക്ക് വരുന്നത്. അതായത് നമ്മൾ സ്പെഷ്യൽ പർപ്പസ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കുറേ ടൈപ്പ് ഓഫ് ബുക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്യാഷ് ബുക്ക്, അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് ക്യാഷ് ബുക്ക് ഒക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ തിയറീസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് ബുക്കാണ് ചാപ്റ്റർ 7 നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാഷ് ബുക്കിനകത്ത് എന്താണ് ക്യാഷ് ബുക്ക്, അതേപോലെ തന്നെ ക്യാഷ് ബുക്ക് എത്ര ടൈപ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഓരോ ടൈപ്പും എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ആ ക്യാഷ് ബുക്കിനകത്ത് നിന്ന് നമ്മൾ എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത്, അതേപോലെ തന്നെ പെറ്റി ക്യാഷ് ബുക്ക്, ഇത്രയും ക്യാഷ് ബുക്കുകളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അറ്റ് ഫസ്റ്റ് വാട്ട് ഈസ് ക്യാഷ് ബുക്ക്? അതായത് ക്യാഷ് ബുക്ക് തന്നെ പല ടൈപ്പ് ഉണ്ടെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ ഫസ്റ്റ് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് ക്യാഷ് ബുക്ക്. എന്താണ് ക്യാഷ് ബുക്ക് എന്നാണ്. ക്യാഷ് ബുക്ക് മീൻസ് ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ബുക്കിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്യാഷ് ബുക്ക് ഈസ് എ ബുക്ക് വിച്ച് ഓൾ ക്യാഷ് റെസിപ്റ്റ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ് ആർ റെക്കോർഡഡ്. ഓക്കെ, അതായത് ക്യാഷ് ബുക്കിനകത്ത് ക്യാഷ് റെസിപ്റ്റും ക്യാഷ് പേയ്മെൻറ്റുകളാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദി ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. അതായത് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നാണ് നമ്മൾ ക്യാഷ് ബുക്കിനെ പറയുന്നത്. എന്തുകൊണ്ടാണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും എറ്റ് ഫസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്തിനകത്തായിരിക്കും, ക്യാഷ് ബുക്കിനകത്തായിരിക്കും. ഓക്കെ, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പീരീഡ്. അതായത് ഒരു പീരീഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ ക്യാഷ് ബാലൻസോ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസോ വെച്ചിട്ടാണ് നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇൻ കേസ് ഓഫ് ന്യൂ ബിസിനസ് ദർ ഈസ് നോ ക്യാഷ് ബാലൻസ് ടു സ്റ്റാർട്ട് വിത്ത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഓൾ ഓർഗനൈസേഷൻസ്. അതായത് പുതിയ ബിസിനസ്സുകളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഓപ്പണിംഗ് ബാങ്ക് ബാലൻസോ ക്യാഷ് ബാലൻസോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അവർക്ക് ബിഗിനിങ്ങിൽ അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല. ഓക്കെ, വെൻ ക്യാഷ് ബുക്ക് ഈസ് മെയിൻറ്റൈൻഡ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ നോട്ട് റെക്കോർഡഡ് ഇൻ ദി ജേർണൽ. അതായത് നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ഈ ക്യാഷ് ട്രാൻസാക്ഷൻസ് നമ്മൾ എന്തിനകത്ത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ജേർണലിനകത്ത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ക്യാഷ് ട്രാൻസാക്ഷൻസ് എറ്റ് ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് എന്തിനകത്ത് തന്നെയായിരിക്കും, ക്യാഷ് ബുക്കിനകത്ത് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് അതിനെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് നമ്മൾ പറയണത്. ഓക്കെ, then no cash and bank account is required to maintain in the ledger as cash book serves. ഓക്കെ, അതായത് നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ജേർണലിനകത്ത് പ്രത്യേകം ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക് ആൻഡ് ഹൗ ക്യാൻ ദേ പ്രിപ്പയർഡ്. ഓക്കെ, ഏതൊക്കെയാണ് നമ്മളുടെ ടൈപ്പ് ഓഫ് ക്യാഷ് ബുക്ക് ഉള്ളത്, അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാഷ് ബുക്കിനകത്ത് ഒരിക്കലും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുകയില്ല. ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ക്യാഷ് ബുക്കിനകത്ത് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് ക്യാഷ് ബുക്ക്? ക്യാഷ് ബുക്കിനെ നമ്മൾ 3 ടൈപ്പ് ക്യാഷ് ബുക്കാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് സിമ്പിൾ ക്യാഷ് ബുക്ക്, സെക്കൻഡ് വൺ ബാങ്ക് കോളം ക്യാഷ് ബുക്ക്, തേർഡ് വൺ പെറ്റി ക്യാഷ് ബുക്കാണ്. ഓക്കെ, ഇതൊക്കെ അതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കോളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അറ്റ് ഫസ്റ്റ് വാട്ട് ഈസ് സിമ്പിൾ ക്യാഷ് ബുക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സിമ്പിൾ ക്യാഷ് ബുക്ക്? ഓക്കെ, സിമ്പിൾ ക്യാഷ് ബുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലും അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും സിംഗിൾ ആയിട്ടുള്ള എമൗണ്ട്സ് കോളംസ് കണ്ടെയ്ൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ സിമ്പിൾ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, എ സിമ്പിൾ ക്യാഷ് ബുക്ക് റെക്കോർഡ്സ് ഓൺലി ക്യാഷ് റെസിപ്റ്റ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്. അതായത് ഒരു സിമ്പിൾ ക്യാഷ് ബുക്കിൽ നമ്മൾ ക്യാഷ് റെസിപ്റ്റും ക്യാഷ് പേയ്മെൻറ്റും ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സിമ്പിൾ കോളം ക്യാഷ് ബുക്കിന് 2 സൈഡുകളുണ്ട്. അതായത് ഒരു
ഡെബിറ്റ് സൈഡും ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഏതൊരു ലെഡ്ജർ ആണെങ്കിലും അതിന് ഡെബിറ്റ് സൈഡും ഉണ്ടാവും, അതേപോലെ തന്നെ ഏത് സൈഡും ഉണ്ടാവും, ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. ഓക്കെ, ക്യാഷ് റെസിപ്റ്റ് ആർ റെക്കോർഡഡ് ഓൺ ദി ഡെബിറ്റ് സൈഡ്. അതായത് ഒരു സിമ്പിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്? ക്യാഷ് റെസിപ്റ്റുകളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് ക്യാഷ് പേയ്മെന്റ് ആർ റെക്കോർഡഡ് ഇൻ ദി ക്രെഡിറ്റ് സൈഡ്. അതായത് ഇതിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്? ക്യാഷ് പേയ്മെന്റുകളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദിസ് ബുക്ക് ദർ ഈസ് ഓൺലി വൺ എമൗണ്ട് കോളം ഓൺ ഇറ്റ്സ് ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. അതായത് സിമ്പിൾ കോളം ക്യാഷ് ബുക്കിൽ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും സിംഗിൾ ആയിട്ടുള്ള എമൗണ്ട്സ് കോളംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതിന് എന്ത് പറയുന്നത്? സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് ബുക്കിലുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാഷ് ബുക്കാണ്. അതേപോലെ തന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഡെബിറ്റ് സൈഡും ഉണ്ടാവും, അതേപോലെ തന്നെ എന്താണ് ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. ഇതിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്ന ഓൾ ക്യാഷ് റെസിപ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് ബിസിനസ്സിന് വരുന്ന എക്സ്പെൻസ് ആയിട്ടുള്ള ഓൾ ക്യാഷ് പേയ്മെൻറ്റുകളാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതാണ് നമ്മളുടെ സിമ്പിൾ ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡ് ആണ്. ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലെഡ്ജറിൻ്റെ ഫോർമാറ്റ്. ആ ഫോർമാറ്റിലുള്ള എല്ലാ കണ്ടൻസും തന്നെയാണ് എന്തിനകത്തും വരുന്നത്? ഈ സിമ്പിൾ ക്യാഷ് ബുക്കിനകത്തും വരുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ്? ഒരു ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് തന്നെയാണ്. രണ്ടാമത്തെ കോളം പെർട്ടിക്കുലർ കോളാണ്. ദെൻ അടുത്തത് ഏതാണ്? ലെഡ്ജർ ഫോളിയോ ആണ്. ദെൻ തേർഡ് വൺ എന്താണ്? എമൗണ്ട് കോളാണ്. ദെൻ ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, LF, എമൗണ്ട്. ഓക്കെ, പിന്നെ സാധാരണ നമ്മൾ ഒരു ലെഡ്ജർ ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞതുപോലെ സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് എന്താണ് ലെഡ്ജർ ഫോളിയോ, എന്താണ് എമൗണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഇതേ സംഭവം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി പ്രിപ്പറേഷൻ ഓഫ് സിമ്പിൾ ക്യാഷ് ബുക്ക് ആണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ഇല്യൂസ്ട്രേഷൻ 1 ആണ്. ഓക്കെ, എൻ്റർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ക്യാഷ് ബുക്ക് ഓഫ് റോഷൻ ട്രേഡേഴ്സ് ആണ്. അതായത് റോഹൻ ട്രേഡേഴ്സിൻ്റെ ബിസിനസ്സിൽ നടന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഈ ട്രാൻസാക്ഷൻസ് ഒന്ന് നോക്കുക. 2014 ഡിസംബർ ആ മന്തിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഈ ട്രാൻസാക്ഷൻസ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ എവിടെയെങ്കിലും എന്താണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ആ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഒരിക്കലും നമ്മളുടെ സിംഗിൾ കോളം ക്യാഷ് ബുക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ നോക്കുക. ക്യാഷ് ഇൻ ഹാൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടാണ് നമ്മളുടെ ക്യാഷ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. December 1 27,500 ആണ് നമ്മളുടെ ക്യാഷ് ഇൻ ഹാൻഡ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റോഹൻ ട്രേഡേഴ്സിൻ്റെ ബുക്കിൻ്റെ നെയിമൊക്കെ നമ്മൾ കൊടുക്കുക. ദെൻ ക്യാഷ് ബുക്ക് എന്ന് ഹെഡിങ് കൊടുക്കുക. ദെൻ ഫോർമാറ്റ് വരയ്ക്കുക. ഫസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡാണ്, സൈഡ് മാറിപ്പോരുത്. സെക്കൻഡ് സൈഡ് ഏതാണ്? ക്രെഡിറ്റ് സൈഡാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ക്യാഷ് ഇൻ ഹാൻഡ് 27,500 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ക്യാഷ് ബുക്കിൽ നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് തരുവാണെങ്കിൽ അല്ലെങ്കിൽ ബാലൻസ് ബ്രോ ഡൗൺ എന്നൊക്കെ തരുവാണെങ്കിൽ അത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ക്യാഷ് ബുക്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഓൾവേസ് നമ്മൾ ഏത് സൈഡിലാണ് കൊടുക്കുക? ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2014 December 1 എന്ന് ഡേറ്റ് എഴുതി കൊടുത്തു. ദെൻ നമ്മൾക്ക് ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് ഇൻ ഹാൻഡ് കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ബാലൻസ് ബ്രോഡ് ആണ്, B⁻D എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഏത് സൈഡിൽ കൊടുക്കേണ്ടത്? ഡെബിറ്റ് സൈഡിൽ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? 27,500 നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇനി രണ്ടാമത്തേത് നോക്കാം. ഓക്കെ, December 5 ക്യാഷ് റിസീവ്ഡ് ഫ്രം നിധുവിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്തു 12,000.
അപ്പം നമ്മൾ ബിസിനസ്സിലേക്ക് നമ്മൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യം, ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്ന റെസിപ്റ്റ് മൊത്തം ഏത് സൈഡിലാണ് കൊടുക്കേണ്ടത്? ഡെബിറ്റ് സൈഡിലാണ് കൊടുക്കേണ്ടത്. നമ്മുടെ ബിസിനസ്സിൽ നിന്ന് വരുന്ന എക്സ്പെൻസ്, നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പുറത്തോട്ട് എമൗണ്ട് പോവുകയാണെങ്കിൽ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. ഓക്കെ, അപ്പോൾ നിധുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ക്യാഷ് റിസീവ് ചെയ്താണ്. റിസീവ് ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിലേക്ക് ക്യാഷ് വരുമല്ലേ ചെയ്യുക, അത് റെസീപ്റ്റ് അല്ലേ, അതുകൊണ്ട് ഏത് സൈഡിൽ കൊടുക്കുക? ഡെബിറ്റ് സൈഡിൽ കൊടുക്കുക. December 5th എന്ന് കൊടുക്കുക. നിധു എന്ന് പറഞ്ഞ പേരിൽ റെസീപ്റ്റ് കൊടുക്കുക, 12,000 കൊടുക്കുക. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നോക്കേണ്ടത് 8th-നാണ്, December 8th-ന് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് 2,000. ഓക്കെ, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് എന്ന് പറയുന്നത് ദാറ്റ്സ് എ കൈൻഡ് ഓഫ് എക്സ്പെൻസ് ആണ്, അതായത് പേയ്മെൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അത് ഏത് സൈഡിൽ കൊടുക്കണം? ഡേറ്റ് നമ്മൾ കൊടുക്കുക. ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഫർണിച്ചർ പർച്ചേസ്ഡ് ആണ്. December 10th-ന് 6,000 ആണ്. ഫർണിച്ചർ പർച്ചേസ് ചെയ്യുന്ന സമയത്തും നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് എക്സ്പെൻസ് ആണ്, ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പേയ്മെൻ്റ് ആണ് വരുന്നത്. സോ ഏത് സൈഡിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക? ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ December 10th കൊടുക്കുക, ഫർണിച്ചറിന് കൊടുക്കുക, 6,000 നമ്മളിവിടെ കൊടുക്കുക, ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷിന് നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്തു, അപ്പോൾ നമുക്ക് ബിസിനസ്സിലേക്ക് ക്യാഷ് കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ഏത് സൈഡിലാണ് വരിക? ഡെബിറ്റ് സൈഡിലാണ് വരിക. അപ്പോൾ സെയിൽസ് എന്ന് കൊടുക്കുക, എന്നിട്ട് 16,500 കൊടുക്കുക. ഓക്കെ, അടുത്തത് പർച്ചേസ്ഡ് ഗുഡ് ഫ്രം നമ്മൻ ഫോർ ക്യാഷ്. അതായത് നമ്മൾ ഈ പറഞ്ഞ നമ്മൻ എന്ന് പറഞ്ഞ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്തു. അപ്പോഴും നമുക്ക് എന്താ വരിക? എക്സ്പെൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? December 18th കൊടുത്തു, 26,000 ആ ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അടുത്തത് December 22 ക്യാഷ് പെയ്ഡ് ടു രോഹിണി. രോഹിണി എന്ന് പറഞ്ഞ ആൾക്ക് നമ്മൾ ക്യാഷ് കൊടുത്തു, അതും എന്താണ്? പേയ്മെൻ്റ് ആണ്. നിങ്ങൾക്കറിയാം ഏത് സൈഡിലാണ് വരിക? നമ്മൾ രോഹിണി ആർക്കാണോ കൊടുത്തത് അവരുടെ പേര് കൊടുക്കുക, December 26th കൊടുക്കുക, 3,200 ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ഓക്കെ, ദെൻ സോൾഡ് ഗുഡ്സ് ടു കനിക ഫോർ ക്യാഷ്. ഓക്കെ, അതായത് നമ്മൾ ഈ പറഞ്ഞ കനിക എന്ന് പറഞ്ഞ പേഴ്സണിന് നമ്മൾ എന്ത് ചെയ്തു? ഗുഡ്സ് സെയിൽ ചെയ്തു. ക്യാഷിനാണ് ഗുഡ്സ് സെയിൽ ചെയ്തതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി ക്യാഷിനല്ല ഗുഡ്സ് സെയിൽ ചെയ്തത്, സോൾഡ് ഗുഡ്സ് എന്ന് അങ്ങനെ ജസ്റ്റ് എന്തെങ്കിലും മാത്രം പറയുകയാണെങ്കിൽ അതൊരിക്കലും നിങ്ങൾ ഇതിനകത്ത് എടുക്കരുത്, കാരണം അത് ക്രെഡിറ്റ് സെയിലായിരിക്കും. ക്രെഡിറ്റ് സെയിൽ റെക്കോർഡ് ചെയ്യേണ്ടത് സെയിൽസ് ബുക്കിലാണ്, അല്ലാതെ ക്യാഷ് ബുക്കിലല്ല. അപ്പോൾ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതെന്താണ്? ഇത് ക്യാഷിനാണ് സെയിൽ ചെയ്തതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 18,700 ക്യാഷിന് സെയിൽ ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലേക്ക് എന്ത് വരുവാണ് ചെയ്യുക? ക്യാഷ് വരുവാണ് ചെയ്യുക. 18,700 ഡെബിറ്റ് സൈഡിൽ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ഓക്കെ, December 28th ആണ്. ഡേറ്റും കറസ്പോണ്ടിങ് ഡേറ്റും കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ലോജിക്കലി ചിന്തിക്കുക, നമ്മളുടെ കയ്യിലുള്ള, അതായത് നമ്മളെന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ക്യാഷ് എടുത്തിട്ടാണ് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ക്യാഷ് എന്ത് ചെയ്യും? കുറഞ്ഞു പോകും. കുറയുന്ന സമയത്ത് ഏത് സൈഡിലാണ് വരിക? അത് ക്രെഡിറ്റ് സൈഡ്, പേയ്മെൻറ്റ് സൈഡിലാണ് വരിക. ഓക്കെ, നമ്മൾ എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്? December 28th ബാങ്കിലാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 5,000 നമ്മൾ ഏത് സൈഡിൽ കൊടുക്കുക? ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കുക. അടുത്തത് റെൻറ്റ് പെയ്ഡ് ആണ്. December 30th റെൻറ്റ് പേ ചെയ്യുന്നുണ്ട്. റെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പം റെൻറ്റ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പേയ്മെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ക്യാഷ് ബുക്കിൻ്റെ ഏത് സൈഡിലായിരിക്കും വരിക? ക്രെഡിറ്റ് സൈഡിലായിരിക്കും വരിക. അപ്പോൾ നമ്മൾ December 30 എന്ന് പറഞ്ഞിട്ട് റെൻ്റ് എന്ന് പറഞ്ഞിട്ട് 4,000 കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് December 31st സാലറി പെയ്ഡ്. അത് നിങ്ങൾക്കറിയാം, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എക്സ്പെൻസ്. ഓൾസോ ഏത് സൈഡിൽ കൊടുക്കുക? നമ്മൾ ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കുക. സാലറി എന്ന് പറഞ്ഞിട്ട് 7,000 കൊടുക്കുക. ഓക്കെ, ഇത് സാധാരണ നമ്മൾ എങ്ങനെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ലെഡ്ജർ ബാലൻസ് ചെയ്യാൻ പഠിച്ചതെന്ന് വെച്ചാൽ അതേപോലെ തന്നെയാണ് നമ്മുടെ ക്യാഷ് ബുക്കും ബാലൻസ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഏത് സൈഡാണ് കൂടുതൽ നോക്കുക? ഏത് സൈഡാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്? ഡെബിറ്റ് സൈഡാണ് നമുക്കിവിടെ കൂടുതൽ എമൗണ്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡെബിറ്റ് സൈഡിൽ 74,700 ആണ് ബാലൻസ് ഉള്ളത്. അത് രണ്ട് സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ക്യാച്ച് ചെയ്ത് എഴുതി. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്രെഡിറ്റ് സൈഡിൽ എത്ര എമൗണ്ടിൻ്റെ ഷോർട്ടേജ് ആണുള്ളത് നോക്കുക. എങ്ങനെയാണ് നമ്മൾ എത്ര എമൗണ്ടിൻ്റെ ഷോർട്ടേജാണ് ഉള്ളത് നോക്കുക? ഈ പറഞ്ഞതുപോലെ രണ്ട് സൈഡിൽ കൂടുതലുള്ള എമൗണ്ട് 74,700 ആയിരുന്നു. അത് രണ്ട് സൈഡിലേക്കും നമ്മൾ എടുത്തെഴുതി. എന്നിട്ട് ക്രെഡിറ്റ് സൈഡിലുള്ള ബാക്കി ബാലൻസ് വരുന്ന എമൗണ്ടുകളൊക്കെ
ഈ 74,700 നിന്ന് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 21,500 കിട്ടും. അതാണ് ഈ അക്കൗണ്ടിൻ്റെ എന്തായിട്ട് വരുന്നത്? ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് വരുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസംബർ മന്തിലുള്ള ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. സാധാരണ ക്ലോസിംഗ് ബാലൻസ് ക്ലോസിംഗ് ഡേറ്റ് ഇട്ടിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഇത് ഡിസംബർ മന്തിലെ മാത്രം ഡീറ്റെയിൽസ് തന്നുകൊണ്ട് നമുക്ക് ക്ലോസിംഗ് ഡേറ്റ് ഡിസംബർ 31 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ബാലൻസ് ക്യാരി ഡൗൺ 21,500. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡിസംബറിലത്തെ ഡീറ്റെയിൽസ് തന്നു, അതേപോലെ തന്നെ അതിന് മുമ്പ് ജൂണിലത്തത് അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആ ഇയർ എൻഡിൻ്റെ ഡേറ്റ് ഇട്ടിട്ടാണ് നിങ്ങൾ ക്ലോസിംഗ് ബാലൻസ് കൊടുക്കേണ്ടത്. ഇവിടെ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഇവിടെ ഓൾറെഡി നമുക്ക് ഡിസംബർ മന്തിലുള്ള ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് നോർമലി ഉണ്ടാവാനുള്ളൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിലുള്ള പെർട്ടിക്കുലേഴ്സ് എങ്ങനെയാണ് എഴുതുക. ഞാൻ സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് അതിൽ വരുന്ന ആസ്പെക്റ്റുകൾ നോക്കിയിട്ട് ഡെബിറ്റിലും ക്രെഡിറ്റിലും എഴുതുന്ന കാര്യമാണ് ഇപ്പം നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, അല്ല എങ്കിൽ കുറച്ചും കൂടെ നമ്മൾ റൂൾസൊക്കെ അപ്ലൈ ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നോക്കുക ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്ന സമയത്ത് അത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്തായിട്ട് നോക്കുക ക്യാഷ് റിസീവ്ഡ് ഫ്രം നിധു. അപ്പോൾ അവിടെ 2 അക്കൗണ്ടുകൾ വരും. ഒന്ന് ക്യാഷ് അക്കൗണ്ടും വരും, അടുത്തത് ഏത് വരും? നിധു എന്ന് പറഞ്ഞ അക്കൗണ്ടും വരും. ഓക്കെ, അപ്പോൾ നോർമലി നമ്മൾ ജേണൽ എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ജേണൽ എഴുതാൻ പഠിച്ചത് പ്രകാരം നോക്കുകയാണെങ്കിൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം നിധു എന്ന് പറഞ്ഞത് ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയായിരിക്കും വരിക? ക്യാഷ് റിസീവ്ഡ് ഫ്രം നിധു. നിധുവിൻ്റെ കയ്യിൽ നിന്ന് ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. അപ്പോൾ എന്താണോ വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ക്യാഷ് ആണ് വന്നത്. അപ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു നിധു, ഇങ്ങനെയായിരുന്നു നമുക്ക് വരിക. ഓക്കെ, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു നിധു എന്നായിരുന്നു വരിക അല്ലേ? അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു നിധു എന്ന് വരുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു ജേണൽ എൻട്രി നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഏതാണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു നിധു എന്നുള്ളതാണ് നമ്മളുടെ ജേണൽ എൻട്രി. അപ്പോൾ ഇത് ഏത് ബുക്കാണ്? ക്യാഷ് ബുക്കാണ്. ക്യാഷ് ബുക്കിനുള്ളിൽ ഒരിക്കലും ഏത് ടേം വരില്ല? ക്യാഷ് എന്ന് പറഞ്ഞ ടേം വരില്ല. ഓക്കെ, അപ്പം ക്യാഷ് ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു നിധു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്യാഷ് എവിടെയാണ് വന്നത്? ഡെബിറ്റിലാണ് വന്നത്. അപ്പോൾ നമുക്കറിയാം ഡെബിറ്റിലാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് പറയും. ഓക്കെ, ഡെബിറ്റിൽ ഒരിക്കലും ക്യാഷ് എന്ന് പറഞ്ഞ ടേം നമ്മൾ എന്ത് ചെയ്യില്ല? യൂസ് ചെയ്യില്ല. അതുകൊണ്ട് ക്യാഷിൻ്റെ കൂടെയുള്ള ഐറ്റം ഏതാണ്? നിധു ആണ്. അതുകൊണ്ട് നമ്മൾ ടു നിധു എന്ന് കൊടുത്തു. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻസ് നോക്കുക. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്. ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ ക്യാഷിൻ്റെ ഫോമിൽ പേ ചെയ്യുന്ന സമയത്ത് 2 ആസ്പെക്റ്റുകളാണ് ഉണ്ടാവുക. ഒന്ന് ക്യാഷ് അക്കൗണ്ടും ഉണ്ടാവും, ഒന്ന് ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ടും ഉണ്ടാവും. ഓക്കെ, ക്യാഷ് ബുക്കിൽ ഒരിക്കലും ക്യാഷ് എന്ന് വരില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് പേയ്മെൻറ്റ് സൈഡിലാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി വന്നിട്ടുണ്ടാവുക? എന്താണോ ബിസിനസ്സിലേക്ക് വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുക, ബിസിനസ്സിൽ നിന്ന് പോകുന്നത് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് പോകുന്നത്? ക്യാഷ് ആണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വരിക? ക്യാഷ് ക്രെഡിറ്റിലാണ് വരേണ്ടത്. ഓക്കെ, ക്യാഷ് അപ്പം നമ്മൾ എവിടേക്ക് പോവുക? ക്രെഡിറ്റ് സൈഡിലേക്ക് വരിക. ഓക്കെ, ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതാൻ പാടുണ്ടോ? ഇല്ല. അതിൻ്റെ കൂടെ ലൈറ്റ് ഏതാണ്? ഇൻഷുറൻസ് പ്രീമിയം. അപ്പോൾ ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറഞ്ഞിട്ട് എവിടെ കൊടുക്കുക? ക്രെഡിറ്റിൽ കൊടുക്കുക. ഓക്കെ, അടുത്തത് ഇതേപോലെയാണ് ഫർണിച്ചർ പർച്ചേസ്ഡ്. ഫർണിച്ചർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്തു എന്നുള്ളതാണ് ലോജിക്ക്. അങ്ങനെയാണ് ആ എൻട്രി വരിക. ഓക്കെ, അപ്പം ഫർണിച്ചർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് ജേണൽ എൻട്രി വരിക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വരിക? ടു ക്യാഷ്. ക്യാഷ് എവിടെയാണ് വന്നത്? ക്രെഡിറ്റിലാണ് വന്നത്. അപ്പം ടു ക്യാഷ് എന്ന് ഒരിക്കലും ക്രെഡിറ്റിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ കൂടെ ലൈറ്റ് ഏതാണ്? ഫർണിച്ചർ. അത് നമ്മൾ ക്രെഡിറ്റിൽ കൊടുത്തു. അങ്ങനെ നിങ്ങൾക്ക് ജേണൽ എൻട്രീൻ്റെ അതേ ഫോർമാറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡെബിറ്റും ക്രെഡിറ്റും എന്ത് ചെയ്യുക? പോസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിൻ്റെ ആസ്പെക്റ്റുകൾ നോക്കുക. 2 അക്കൗണ്ടുകൾ ഉണ്ടാവില്ലേ? ആ അക്കൗണ്ടുകൾ നോക്കിയിട്ട് നിങ്ങൾ ഡെബിറ്റിൽ റെസിപ്റ്റ് വരുന്നതിന് മൊത്തം എന്തിൽ കൊടുക്കുക? ഡെബിറ്റിൽ കൊടുക്കുക. പേയ്മെൻറ്റ് വരുന്നത് മൊത്തം എന്ത് കൊടുക്കുക? നമ്മൾ ക്രെഡിറ്റിൽ കൊടുക്കുക. ഓക്കെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ക്യാഷ് ബുക്കിനകത്ത് ഒരിക്കലും എന്ത് വരില്ല? ക്യാഷ് എന്ന് പറഞ്ഞ ടേം വരില്ല. ഓക്കെ, ഇനി അടുത്ത് ശ്രദ്ധിക്കുക പ്രിപ്പയർ ക്യാഷ് ബുക്ക് ദ മന്ത് ഓഫ് ഏപ്രിൽ 2000. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ,
അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് അവർ ഏപ്രിൽ 1 ഓപ്പണിംഗ് ബാലൻസ് വന്നിരിക്കുന്നത് 17,600 ആണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് ബുക്കിൻ്റെത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഏത് സൈഡിലാണ് കൊടുക്കുക? ബാലൻസ് ഡെബിറ്റ് സൈഡിലാണ് കൊടുക്കുക. അപ്പോൾ ഏപ്രിൽ 1 ബാലൻസ് ബ്രോ ഡൗൺ 17,600 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. അടുത്തത് വരുന്നത് ഏപ്രിൽ 3 പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ഫ്രം റെന. അതായത് റെന എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്ന് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, ക്യാഷിനാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവും, അതായത് ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോവും. അപ്പോൾ ഏത് സൈഡിലാണ് വരിക? പേയ്മെൻറ്റ് സൈഡിലാണ്, ഡെബിറ്റ് സൈഡിലാണ് വരിക. ഓക്കെ, അപ്പോൾ എങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുക? എന്താണ് സംഭവിച്ചത്? പർച്ചേസ് ചെയ്തതല്ലേ. ഓക്കെ, അതുകൊണ്ട് ഏപ്രിൽ 3 പർച്ചേസസ് എന്ന് പറഞ്ഞിട്ട് 7,500 ക്രെഡിറ്റിൽ കൊടുക്കുക. അടുത്തത് നോക്കുക, സോൾഡ് ഗുഡ്സ് ടു റോഹൻ എന്നാണ്. ഏപ്രിൽ 6 സോൾഡ് ഗുഡ്സ് ടു റോഹൻ 6,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും നോക്കുക ഏപ്രിൽ 6 എൻട്രി പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, സോൾഡ് ഗുഡ്സ് ടു റോഹൻ എന്ന് പറയുമ്പം റോഹൻ ക്യാഷ് തന്നിട്ടുണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല, ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതെന്തായിരിക്കും? ക്രെഡിറ്റ് സെയിൽ ആയിരിക്കും. ക്രെഡിറ്റ് സെയിൽ ഒരിക്കലും എന്തിനകത്ത് റെക്കോർഡ് ചെയ്യില്ല, നമ്മൾ ക്യാഷ് ബുക്കിനകത്ത് റെക്കോർഡ് ചെയ്യില്ല. ഏപ്രിൽ 10 വേജസ് പെയ്ഡ് ഇൻ ക്യാഷ് അല്ലേ. വേജ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ വേജ് പേ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഏത് സൈഡിലാണ് കൊടുക്കുക? പേയ്മെൻറ്റ് സൈഡിലാണ്, അതായത് ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡേറ്റ് കൊടുക്കുക. എന്ത് പേയ്മെൻറ്റാണ് നമുക്ക് വന്നത്? വേജസ് ആണ്. അപ്പോൾ ഏപ്രിൽ 10 വേജസ് എന്ന് പറഞ്ഞിട്ട് 500 നമ്മൾ കൊടുക്കാം. ഓക്കെ, അടുത്തത് ക്യാഷ് പെയ്ഡ് ടു നീന. അതും പേയ്മെൻറ്റിലാണ് വരിക. 3,500 നീന എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ 3,500 കൊടുക്കുന്നത്. ഓക്കെ, അടുത്തത് ക്യാഷ് സെയിൽസ് ആണ്. 10,000 ആണ്. ക്യാഷ് സെയിൽസ് നടക്കുമ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടുവാണ് ചെയ്യുക. അപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ 10,000 കൊടുക്കുക. അടുത്തത് കമ്മീഷൻ പെയ്ഡ്, അതൊരു എക്സ്പെൻസ് ആണ്. അത് ഏത് സൈഡിൽ കൊടുക്കണം? കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്തത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ടീന 1,500. ടീനയുടെ കയ്യിൽ നിന്ന് ക്യാഷ് നമ്മൾ റിസീവ് ചെയ്തു. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് എത്തുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കൊടുക്കുക. ടീന എന്ന് പറഞ്ഞിട്ട് 1,500 കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കേസ് ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്നുള്ള ക്യാഷ് പോയി. അപ്പോൾ ഏത് സൈഡിലാണ് വരിക? അത് ക്രെഡിറ്റ് സൈഡിലാണ് വരിക. അപ്പോൾ നമ്മൾ ഏപ്രിൽ 25 ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് 1,700 നമ്മൾ കൊടുത്തു. ഓക്കെ, അടുത്തത് റെൻറ്റ് പെയ്ഡ് ആണ്. റെൻറ്റ് പെയ്ഡും ഒരു എക്സ്പെൻസ് തന്നെയാണ് വരിക. അതുകൊണ്ട് ഏത് സൈഡിൽ വന്നു? ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ പേ ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ബില്ലാണ്. അതും എന്താണ്? ഒരു എക്സ്പെൻസ് ആണ്. അതും ഏത് സൈഡിലാണ് വരിക? ക്രെഡിറ്റ് സൈഡിലാണ് വരിക. അപ്പോൾ നമ്മളുടെ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്ത് ഏപ്രിൽ 6 ട്രാൻസാക്ഷൻസ് ക്യാഷിൻ്റെ കേസ് അവിടെ പറയാത്തത് കൊണ്ട് അത് ക്രെഡിറ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. പിന്നീടെല്ലാം നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെയാണ് നമ്മളുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ഇത് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾ ഏത് സൈഡാണ്? ഡെബിറ്റ് സൈഡാണല്ലേ റെസിപ്റ്റ്. അപ്പം ഡെബിറ്റ് സൈഡ് കൂടുതലാവുമ്പോഴാണ് ഒരു ഫേമിന് എന്തുണ്ടാവുക? പ്രോഫിറ്റ് ഉണ്ടാവുക. ക്രെഡിറ്റ് സൈഡ് കൂടുതലായിപ്പോയാൽ ഫേമിന് എന്തായിരിക്കും? എക്സ്പെൻസ് ആയിരിക്കും കൂടുതൽ വരിക, കാരണം ഇത് പേയ്മെൻ്റ് അല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തരുന്ന അധികം 99% പ്രോബ്ലം ആണെങ്കിലും അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഏത് സൈഡിലായിരിക്കും വരിക? ക്രെഡിറ്റ് സൈഡിലായിരിക്കും വരിക, അതായത് ഡെബിറ്റ് സൈഡായിരിക്കും കൂടുതലായിട്ട് വരിക. ഓക്കെ, അടുത്തത് പോസ്റ്റിംഗ് ഓഫ് ക്യാഷ് ബുക്ക് ടു ദ ലെഡ്ജർ. അതായത് ഒരു ക്യാഷ് ബുക്കിൽ നോക്കിയിട്ട് നമ്മൾ എങ്ങനെയാണ് ലെഡ്ജറിലേക്ക് പോസ്റ്റിംഗ് നടത്തുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളുടെ ഈ ഒരു ക്യാഷ് ബുക്ക് നോക്കുക. ഈ ക്യാഷ് ബുക്ക് നോക്കിയിട്ട് ഇതിലുള്ള ഐറ്റംസ് ഇതൊക്കെ എന്താണ്? ഓരോ അക്കൗണ്ടുകളാണ്. സെയിൽസ് അക്കൗണ്ട്, ടീന അക്കൗണ്ട്, പർച്ചേസസ് അക്കൗണ്ട്, വേജസ്, ഇതൊക്കെ ഓരോ അക്കൗണ്ടുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലെഡ്ജറുകൾ എങ്ങനെയാണ് ക്യാഷ് ബുക്ക് നോക്കിയിട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാഷ് ബുക്ക് നോക്കിയിട്ട് നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുമ്പം നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ക്യാഷ് അക്കൗണ്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ എടുക്കുന്നത് ഡെബിറ്റ് സൈഡിലുള്ള ഏത് അക്കൗണ്ടാണ്? സെയിൽസ് അക്കൗണ്ടാണ്. സെയിൽസ് അക്കൗണ്ടാണ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ആകെ ഒരു സ്ഥലത്ത് മാത്രമേ സെയിൽസ് വന്നിട്ടുള്ളൂ. ഒന്നിലധികം സ്ഥലങ്ങളിൽ സെയിൽസ് വരികയാണെങ്കിലൊക്കെ ഇതേ ഒരു പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുക. ഇവിടെ ഡെബിറ്റ് സൈഡിലാണ് എന്ത് വന്നിരിക്കുന്നത്? സെയിൽസ് വന്നിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ സെയിൽസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ലെഡ്ജർ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏത് സൈഡിലാണ് വരിക? നമ്മുടെ ക്യാഷ് ബുക്കിൽ സെയിൽസ് വന്നിരിക്കുന്നത് ഡെബിറ്റ് സൈഡിലാണ്. സോ സെയിൽസിൻ്റെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, സെയിൽസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എമൗണ്ട് ഏത് സൈഡിലേക്ക് വരും? ക്രെഡിറ്റ് സൈഡിലേക്ക്, നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരും. ക്രെഡിറ്റ് സൈഡിലേക്ക് വരും. ക്രെഡിറ്റ് സൈഡിൽ എന്ത് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുക? ക്യാഷ് എന്ന് പറഞ്ഞിട്ടാണ്. എവിടുന്നാണ് ഇത് എടുക്കുന്നത്? ക്യാഷ് ബുക്ക് എന്നല്ലേ. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എത്ര കൊടുക്കുക? സെയിൽസിൻ്റെ നേരെയുള്ള 10,000 കൊടുക്കുക. ഡേറ്റ് എന്നാണ് 2014 ഏപ്രിൽ 17 ആണ്. ഓക്കെ, ഇവിടെ ഒരേ ഒരു ട്രാൻസാക്ഷനെ സെയിൽസിനകത്ത് നടന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാം, വേണമെങ്കിൽ ബാലൻസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരേ ഒരു ട്രാൻസാക്ഷനേ ഉള്ളൂ. അടുത്ത അക്കൗണ്ട് നമ്മൾ അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ ഐറ്റംസും നോക്കിയിട്ട് അതിൻ്റെ ലെഡ്ജറാണ് ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത ഏതാണ് വരിക? ടീന എന്ന് പറഞ്ഞ അക്കൗണ്ടാണ് അല്ലേ. ടീനയും വന്നിരിക്കുന്നത് ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ ടീന അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ബാലൻസ് എവിടേക്ക് വരും? ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുമ്പം ക്രെഡിറ്റിലേക്ക് വരും. അപ്പോൾ എന്തെന്നാണ് എടുക്കുന്നത്? ക്യാഷ് ബുക്ക് എന്നാണ് എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞിട്ട് തരിക? പർട്ടിക്കുലറിൽ ക്യാഷ് എന്ന് കൊടുക്കുക. 2014 ഏപ്രിൽ 21 1500. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു സൈഡിലുള്ള എല്ലാ എൻട്രീസും കഴിഞ്ഞു. ഓക്കെ, ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ എൻട്രീസും കഴിഞ്ഞു. ഇത് എഴുതാനായിട്ട് വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ആദ്യം നമ്മൾ സെയിൽസ് അക്കൗണ്ട് അല്ലേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ജേണൽ എൻട്രി വരിക എന്ന് വെച്ചാൽ, ഇത് ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി വരിക എന്ന് വെച്ചാൽ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ടീന, ഇങ്ങനെയാണ് ജേണൽ എൻട്രി വരിക. ഓക്കെ, ദെൻ ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസ് വരുവാണെങ്കിൽ എങ്ങനെയാണ് ജേണൽ എൻട്രി വരിക എന്ന് വെച്ചാൽ, പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ബുക്ക്, വേജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ബുക്ക്, നീനാസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ബുക്ക്, കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ബുക്ക്, ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്, റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്, ഇലക്ട്രിസിറ്റി ബിൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇങ്ങനെയാണ് ജേണൽ എൻട്രീസ് വരിക. ഇത് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ലെഡ്ജറിലേക്ക് ഈസി ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ജേണൽ മെമ്മറിയിൽ വെക്കുക. അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സെയിൽസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കിക്കേ. സെയിൽസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ ജേണൽ എൻട്രി എന്തായിരുന്നു? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. അപ്പോൾ സെയിൽസ് എവിടെയാണ് വന്നത്? ടു സെയിൽസ്, ക്രെഡിറ്റിലാണ് വന്നത്. അപ്പം നമ്മൾ നേരെ എവിടേക്ക് പോവുക? ക്രെഡിറ്റിലേക്ക് പോവുക. കൂടെ ലൈറ്റ് ഏതാണ്? ക്യാഷ്. അപ്പോൾ 2014 ഏപ്രിൽ 17 ക്യാഷ് 10,000. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് എഴുതാം. അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റത്തിന് എന്ത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇതിന് ലെഡ്ജർ വേണ്ട കേട്ടോ, ഓപ്പണിംഗ് ബാലൻസിന് വേണ്ട. അല്ലാതെ ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റത്തിന് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റം അല്ലേ, സെയിൽസ് അക്കൗണ്ട് ആണ് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ എവിടേക്ക് വരിക? സെയിൽസിൻ്റെ ലെഡ്ജറിലേക്ക് വരുമ്പോൾ, ഓക്കെ, ക്യാഷ് അക്കൗണ്ടിലെ സെയിൽസ് ഡെബിറ്റ് സൈഡിലായിരുന്നു. അതുകൊണ്ട് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുമ്പം, സെയിൽസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം ഏത് സൈഡിൽ വരും? ക്രെഡിറ്റിൽ വരും. ഓക്കെ, അങ്ങനെയാണ് ക്രെഡിറ്റ് ബാലൻസ് വരുന്നത്. ഓക്കെ, ഇതുപോലെ നമ്മൾ ഓരോന്നും ചെയ്യുക. ദെൻ പർച്ചേസ് അക്കൗണ്ട്, ഇത്തരം ഐറ്റംസ് ഒക്കെ നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ ഏത് സൈഡിലായിരുന്നു? ക്രെഡിറ്റ് സൈഡിലായിരുന്നു. അപ്പോൾ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏത് സൈഡിലേക്ക് വരും? ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെബിറ്റിലേക്ക് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ വേജസ് അക്കൗണ്ട് ആണ്. അതും നമ്മുടെ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് വരിക? ക്രെഡിറ്റ് സൈഡിലാണ് വരിക. അപ്പം നമ്മളുടെ വേജസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് ഏത് സൈഡിലേക്ക് വരും? ഡെബിറ്റിൽ വരും. ക്യാഷ് എന്ന് പറഞ്ഞിട്ട് വേജിൻ്റെ എമൗണ്ട് കൊടുക്കുക. ഓക്കെ, നീനാസ് അക്കൗണ്ട് ക്രെഡിറ്റിൽ വരുന്നതായിരുന്നു. അപ്പോൾ നീനാസ് അക്കൗണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എമൗണ്ട് എവിടേക്ക് വരും? ഡെബിറ്റ് സൈഡിലേക്ക് വരും. കറസ്പോണ്ടിങ് കൊടുത്തിട്ട് കമ്മീഷൻ അക്കൗണ്ട് എല്ലാം ഇതേ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സിമ്പിളാണ്. ഓരോന്നും നോക്കാം. ഐറ്റം ഡെബിറ്റ് സൈഡിലാണോ ക്രെഡിറ്റ് സൈഡിലാണോ വരുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് പോസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, നെക്സ്റ്റ് ബാങ്ക് കോളം ക്യാഷ് ബുക്ക് ആണ്. ബാങ്ക് കോളം ക്യാഷ് ബുക്കും സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് പോലെ തന്നെ സിമിലർ ആണ്. ഓക്കെ, അതായത് രണ്ട് കോളംസ് ആണ് ഉണ്ടാവുക. ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും രണ്ട് എമൗണ്ട് കോളംസ് ഉണ്ടാവും. ഓക്കെ, അതായത് ഇത് ഏത് സമയത്താണ് നമ്മൾ ബാങ്ക് കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ, ഒരു ലാർജ് ബിസിനസ് ഒക്കെ ആണെങ്കിൽ, വലിയ ബിസിനസ് ഓർഗനൈസേഷൻ ഒക്കെ ആണെങ്കിൽ അതിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ക്യാഷ് ട്രാൻസാക്ഷനും ഉണ്ടാവും, ബാങ്ക് ട്രാൻസാക്ഷനും ഉണ്ടാവും. അപ്പോൾ എന്താണ്, നമുക്ക് ഈ പറഞ്ഞതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനായിട്ട് ഒരു ബുക്ക് കീപ്പ് ചെയ്യുക എന്നുള്ളത് കമ്പൽസറി ആണ്. ഓക്കെ, സോ ആ സമയത്താണ് നമ്മൾ ബാങ്ക് കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുക.
ഓക്കെ. ബാങ്ക് കോളം ക്യാഷ് ബുക്കിനെ നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്നും പറയാറുണ്ട്. ഓക്കെ. സിമ്പിൾ ക്യാഷ് ബുക്ക് പോലെ തന്നെയാണ് ഓപ്പറേഷൻസ് ഒക്കെ വരുന്നത്. പക്ഷേ അതിൻ്റെ ഓരോ സൈഡിലും എന്താണ് 2 എമൗണ്ട് കോളം വീതം ഉണ്ടാവും. അതായത് ഡെബിറ്റ് സൈഡിലും ഉണ്ടാവും ഒരു ബാങ്ക് കോളവും അതേപോലെ തന്നെ ഒരു ക്യാഷ് കോളവും ഉണ്ടാവും. അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും ഒരു ബാങ്ക് കോളവും ക്യാഷ് കോളവും ഉണ്ടാവും. ഓക്കെ. ഇതിൽ നമ്മൾ സിമ്പിൾ കോളം ക്യാഷ് ബുക്കിൽ പറഞ്ഞതുപോലെ തന്നെ ഡെബിറ്റ് സൈഡിൽ വരിക റെസീപ്റ്റുകളാണ് വരിക, ക്രെഡിറ്റ് സൈഡിൽ വരിക എന്താണ് പേയ്മെൻറ്റുകളാണ് വരിക. ഓക്കെ. ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമേ എന്തിനകത്ത് റെക്കോർഡ് ചെയ്യുള്ളൂ, ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ബാങ്ക് കോളം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ബാങ്ക് കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റാണ് നെക്സ്റ്റ് വരുന്നത്. ഫോർമാറ്റും സിമിലർ തന്നെയാണ്. ഇവിടെ ആകെയുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഡെബിറ്റ് സൈഡിൽ 2 എമൗണ്ട് കോളം ഉണ്ടാവും, അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും എന്ത് വരും, ഒരു എമൗണ്ട് കോളം ഉണ്ടാവും. ഓക്കെ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാങ്ക് കോളം ക്യാഷ് ബുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ബാങ്ക് കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡുകളാണ് പറയുന്നത്. അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ക്യാഷിന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതായത് ബാലൻസ് ബ്രോ ഡൗൺ എന്നോ അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്നൊക്കെയോ പറഞ്ഞിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരിക. അങ്ങനെ നിങ്ങൾ ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കേണ്ടത് ഡെബിറ്റിൽ ക്യാഷ് കോളത്തിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ. അതേപോലെ തന്നെ ബാങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു എമൗണ്ട് തരും, ഓപ്പണിംഗ് ബാലൻസ് തരും. ഓക്കെ. പക്ഷെ ചില കേസിൽ ബാങ്കിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്ന സമയത്ത് ബാങ്കിൽ ക്യാഷ് ഇല്ലാണ്ട് ബാങ്കിൽ എമൗണ്ട് മൊത്തം എന്തായിട്ടുണ്ടാവും, തീർന്നിട്ടുണ്ടാവില്ല. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബാങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് വരും. ഓക്കെ. ബാങ്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ചിലപ്പോൾ എന്തായിരിക്കും, ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടും തരും. അങ്ങനെയാണെങ്കിൽ ആ ഓവർ ഡ്രാഫ്റ്റ് തരുന്ന എമൗണ്ട് നിങ്ങൾ ഏത് സൈഡിലാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിലാണ് നിങ്ങൾ ഓവർ ഡ്രാഫ്റ്റ് വരുന്ന എമൗണ്ട് കൊടുക്കേണ്ടത്. ഓക്കെ. പക്ഷേ ക്യാഷ് കോളത്തിൽ നിങ്ങൾ ഓപ്പണിംഗ് ബാലൻസ് തരുമ്പോൾ ഓൾവേസ് ഏത് സൈഡിൽ തന്നെ കൊടുക്കുക, ഡെബിറ്റ് സൈഡിൽ തന്നെ കൊടുക്കുക. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് പോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ. ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓപ്പണിംഗ് ബാലൻസിൻ്റെ കേസിൽ. ഓക്കെ. ദെൻ ബാങ്ക് കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നൊരു മെത്തേഡാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ. ഇനി നോക്കേണ്ടത് റെസിപ്റ്റ് ഓഫ് ചെക്കാണ്. ഓക്കെ. റെസിപ്റ്റ് ഓഫ് ചെക്കിൻ്റെ കേസിൽ അതായത് ചില പ്രത്യേക സിറ്റുവേഷനിൽ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് ബാങ്ക് കോളം ക്യാഷ് ബുക്കിൽ ഐറ്റംസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. റെസിപ്റ്റ് ഓഫ് ചെക്കിൽ എന്താ പറയണമെന്ന് നോക്കാം. ഓൾ ക്യാഷ് റെസിപ്റ്റ് ആർ എൻറ്റേർഡ് ഇൻ ദ ക്യാഷ് കോളം ആൻഡ് ചെക്ക് റിസീവ്ഡ് ഇൻ ദ ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക്. അതായത് നമ്മൾ ക്യാഷ് റെസിപ്റ്റ് ഒക്കെ നമ്മൾ ക്യാഷ് കോളത്തിലാണ് ഡെബിറ്റ് സൈഡിൽ കൊടുക്കേണ്ടത്. അതായത് ചെക്ക് റിസീവ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, ഇഫ് ദ ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ഓൺ ദ സെയിം ഡേറ്റ് ഇറ്റ് ഈസ് എൻറ്റേർഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ബാങ്ക് കോളം ഓഫ് ദി ക്യാഷ് ബുക്ക്. അതായത് ഒരു ചെക്ക് കിട്ടി അതേ ഡേറ്റിൽ തന്നെ അത് നമ്മൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് കൂടും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞത് ബാങ്ക് കോളം ക്യാഷ് ബുക്കിൻ്റെ ഏത് സൈഡിൽ കൊടുക്കാനാണ് പറഞ്ഞത്, ഡെബിറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ തന്നെ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇനി അതല്ല, ഒരു ചെക്ക് കിട്ടിയിട്ട് നമ്മൾ മറ്റൊരു ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞതുപോലെ ആ ചെക്ക് എന്ത് ചെയ്യുന്നത് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇഫ് ദ ചെക്ക് റിസീവ്ഡ് ഫ്രം കസ്റ്റമർ ആർ നോട്ട് ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് ഓൺ സെയിം ഡേ. അതായത് നമ്മളുടെ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ചെക്ക് കിട്ടി, അത് സെയിം ഡേയിലല്ല നമ്മൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, they are included in cash and written on the debit side of the cash column of the cash book. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡെബിറ്റ് ക്യാഷ് കോളത്തിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് കോളത്തിൽ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഒന്നുമില്ല, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ചെക്ക് കിട്ടിയിട്ട് അത് സെയിം ഡേയിൽ തന്നെ നമ്മൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് റെസിപ്റ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ കൊടുക്കുക. ഇനി നമ്മളുടെ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ചെക്ക് കിട്ടിയിട്ട് സെയിം ഡേയിലല്ല നമ്മൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഡെബിറ്റ് സൈഡിൽ ഏത് സൈഡിൽ കൊടുക്കുക, ക്യാഷ് കോളത്തിൽ കൊടുക്കുക. ഓക്കെ. ഇനി കോൺട്രാ എൻട്രീസ് ആണ്. കോൺട്രാ എൻട്രീസ് ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കോൺട്രാ എൻട്രീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ സമയം ട്രാൻസാക്ഷൻസ് ഏത് സൈഡിൽ വരിക, ബാങ്ക് കോളത്തിലും where there is a transaction that relates both cash and bank,
this will be written on one side of bank column and other side of cash column. Okay, അതായത് ഒരു ട്രാൻസാക്ഷൻ ഒരു സൈഡിൽ ബാങ്ക് കോളത്തിലും വരിക, അനദർ സൈഡിൽ ക്യാഷ് കോളത്തിലും വരുവാണെങ്കിൽ അത്തരം എൻട്രീസിനെയാണ് നമ്മൾ എന്ത് പറയുക, കോൺട്രാ എൻട്രീസ് എന്ന് പറയണത്. ഓക്കെ, such transactions are known as contra entries in case cash is withdrawn from bank for office use. ഒരു എക്സാമ്പിൾ പറയാണ്, അതായത് നമ്മൾ ബാങ്കിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്തു, ഓഫീസ് യൂസിന് വേണ്ടിയിട്ടാണ് വിഡ്രോ ചെയ്തത്. അപ്പം നമ്മുടെ ബാങ്കിൽ എന്ത് കുറയും, ക്യാഷ് കുറയും. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ ഏത് കോളത്തിൽ കൊടുക്കണം, ബാങ്ക് കോളത്തിൽ കൊടുക്കണം. ഓഫീസ് യൂസിന് വേണ്ടിയിട്ടാണ് വിഡ്രോ ചെയ്തത്, അപ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് എത്തുകയും ചെയ്യും. അപ്പോൾ ഏത് സൈഡിൽ കൊടുക്കണം, റെസീപ്റ്റ് ആണ്. ഡെബിറ്റ് സൈഡിൽ ക്യാഷ് കോളത്തിലും കൊടുക്കണം. ഓക്കെ, അപ്പോൾ കോൺട്രാ എൻട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റ് എ സെയിം ടൈം ബാങ്ക് കോളത്തിലും അതേപോലെ തന്നെ എന്താണ് അനദർ സൈഡിൽ ക്യാഷ് കോളത്തിലും അല്ലെങ്കിൽ നേരെ തിരിച്ചും വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, കോൺട്രാ എൻട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എൻഡോഴ്സ്മെൻറ്റ് ഓഫ് ചെക്ക് ആണ്. ഓക്കെ, എൻഡോഴ്സ്മെൻറ്റ് ഓഫ് ചെക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൻ ചെക്ക് റിസീവ്ഡ് ഫ്രം കസ്റ്റമർ ഈസ് ഗിവൺ ടു സം അതർ പാർട്ടി. അതായത് ഒന്നുമില്ല, ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ചെക്ക് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എൻഡോഴ്സ്മെൻറ്റിൻ്റെ കേസിൽ പറയുന്നത്. ഓക്കെ, ഓൺ റെസീപ്റ്റ് ഇറ്റ് ഈസ് റെക്കോർഡഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ക്യാഷ് കോളം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ക്യാഷ് കോളത്തിൻ്റെ ഡെബിറ്റ് സൈഡിൽ കൊടുക്കുക. ഓൺ എൻഡോഴ്സ്മെൻറ്റ് ഓഫ് ചെക്ക് ദ എമൗണ്ട് ഈസ് റെക്കോർഡഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ക്യാഷ് കോളം ഓഫ് ദി ക്യാഷ് ബുക്ക്. അത് എൻഡോഴ്സ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമ്മളത് മറ്റൊരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ ക്യാഷ് ബുക്കിൻ്റെ ഏത് സൈഡിൽ കൊടുക്കാനാണ് പറഞ്ഞത്, ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, എക്സാമ്പിൾ വന്നിരിക്കുന്നത് ഓൺ മെയ് 2022-2014 a check of rupees 8,000 is received from JP Traders. അതായത് JP ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് 8,000 രൂപയുടെ എന്ത് കിട്ടി, ചെക്ക് കിട്ടി. ഓക്കെ, ഓൺ മെയ് 27th 2014 it was endorsed in favor of Kapila Traders. ഓക്കെ, അതായത് മെയ് 22 22nd 2014 നമുക്ക് 8,000 രൂപീസിന് എന്ത് കിട്ടുന്നത്, ഒരു ചെക്ക് കിട്ടുന്നത്. അതായത് JP ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് ചെക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ മെയ് 27th 3 ദിവസം കഴിഞ്ഞിട്ട് ആ ചെക്ക് നമ്മൾ ആർക്ക് കൊടുത്തു, കപില ട്രേഡേഴ്സിന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് എൻഡോഴ്സ്മെൻ്റ് അല്ലേ, ഒരാളിൽ നിന്ന് കിട്ടിയ ചെക്ക് നമ്മൾ മറ്റൊരാളിലേക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് വരിക എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാങ്ക് കോളം ക്യാഷ് ബുക്ക് ആണ്. ഫസ്റ്റ് നമുക്ക് മെയ് 22nd നമുക്ക് എന്ത് കിട്ടി, ചെക്ക് കിട്ടി. ചെക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ സെയിം ഡേറ്റിൽ തന്നെ അത് എന്ത് ചെയ്തിട്ടില്ല, ബാങ്കിൽ കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തത്, ഫസ്റ്റ് നമ്മൾ ആ കിട്ടിയ ചെക്കിനെ നമ്മൾ ക്യാഷ് കോളത്തിൽ 8,000 എന്ന് പറഞ്ഞിട്ട് റെസീപ്റ്റ് സൈഡിൽ എഴുതി. ഓക്കെ, ഇനി മെയ് 27th നമ്മൾ അത് എന്ത് ചെയ്യാണ്, കപില ട്രേഡേഴ്സിന് കൊടുക്കുകയാണ്. കൊടുക്കുന്ന സമയത്തും പേയ്മെൻറ്റ് സൈഡിലും ഏത് കോളത്തിൽ തന്നെ നമ്മൾ കൊടുത്തു, ക്യാഷ് കോളത്തിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെക്ക് എൻഡോഴ്സ്മെൻറ്റിൻ്റെ കേസ് കൊടുക്കുക. ഓക്കെ, അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് സെയിം അതർ പാർട്ടി റെക്കോർഡഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ക്യാഷ് കോളം കിട്ടുന്ന സമയത്ത് അത് എൻഡോഴ്സ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് കോളത്തിൻ്റെ ഏത് സൈഡിൽ കൊടുക്കുക, ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബാങ്ക് ചാർജസ് വരുമ്പം എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വരിക എന്ന് പറയുന്നത്. ഓക്കെ, ബാങ്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ ഒരു പേയ്മെൻറ്റ് പോലെ തന്നെ വരുന്ന ഐറ്റമാണ്. നമ്മളുടെ അക്കൗണ്ട് ബാലൻസ് കുറയാണ് ചെയ്യുക. അപ്പോൾ ഏത് സൈഡിലാണ് കൊടുക്കേണ്ടത്, നമ്മളുടെ ബാങ്ക് കോളം ക്യാഷ് ബുക്കിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ, അതായത് പേയ്മെൻറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിലാണ് നമ്മൾ ബാങ്ക് ചാർജിൻ്റെ എമൗണ്ട് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതേ സ്ഥാനത്ത് സെയിം ബാങ്ക് തന്നെ നമുക്ക് നമ്മളുടെ ഡെപ്പോസിറ്റിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റോ നമുക്ക് കമ്മീഷൻ കളക്ട് ചെയ്ത് തരുമൊക്കെ ചെയ്താൽ അത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, റെസീപ്റ്റ് ആണ്. അപ്പോൾ ഏത് സൈഡിലാണ് കൊടുക്കേണ്ടത്, ഡെബിറ്റ് സൈഡിലാണ് കൊടുക്കേണ്ടത്. ദിസ് വിൽ ബി റെക്കോർഡഡ് ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓൺ ദി ബാങ്ക് കോളം ക്യാഷ് ബുക്ക്. അതായത് ബാങ്ക് കോളം ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ അത് എന്ത് ചെയ്ത് കൊടുക്കേണ്ടത്, റെക്കോർഡ് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഇല്യൂസ്ട്രേഷൻ 3 ആണ്. ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ബാങ്ക് കോളം ക്യാഷ് ബുക്കിൻ്റെ കേസിൽ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. ബാങ്ക് ബാലൻസ് തന്നിട്ടുണ്ട് 32,500 ആണ്. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് അല്ല, അതേപോലെ തന്നെ ക്യാഷ് ബാലൻസും തന്നിട്ടുണ്ട് 12,300. അപ്പോൾ നമ്മൾ ഏത് ബാങ്ക് കോളം ക്യാഷ് ബുക്കാണ്,
ബാങ്ക് കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഡെബിറ്റ് സൈഡിലാണ് കൊടുക്കുക. പിന്നെ ബാങ്കിൻ്റെ കേസിൽ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണെങ്കിൽ മാത്രമേ ഏത് സൈഡിൽ വരുള്ളൂ, ക്രെഡിറ്റിൽ വരുള്ളൂ. ഇവിടെ എന്താ തന്നിരിക്കുന്നത്, ഓപ്പണിംഗ് ബാലൻസ് ആണ്, ഓവർ ഡ്രാഫ്റ്റ് ആണെന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊടുക്കുക January 1 ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് കോളത്തിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തു, ബാങ്ക് കോളത്തിൻ്റെ ഓപ്പണിംഗ് ബാലൻസും കൊടുത്തു. രണ്ടാമത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്കാണ്. ഓക്കെ, നമ്മൾ ചെക്ക് എഴുതി കൊടുത്തിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അപ്പം നമുക്ക് എന്താണ്, എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് വരിക. അപ്പം January 3 പർച്ചേസസ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കുക. ചെക്ക് കൊടുത്തിട്ടാണ് ഗുഡ്സ് വാങ്ങിച്ചത്. അപ്പോൾ എവിടെയുള്ള എമൗണ്ട് ആണ് കുറയുക, ബാങ്കിലുള്ള എമൗണ്ട് ആണ് കുറയുക. അതുകൊണ്ട് എമൗണ്ട് നമ്മൾ 5300 ഏത് കോളത്തിൽ കൊടുത്തു, ബാങ്ക് കോളത്തിൽ കൊടുത്തു. ഓക്കെ, അടുത്തത് ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ് ആണ്. ക്യാഷിന് വേണ്ടിയിട്ട് ഗുഡ്സ് സെയിൽ ചെയ്തു, അപ്പോൾ റെസിപ്റ്റ് ആണ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യാഷ് കോളത്തിൽ നമ്മൾ 9500 കൊടുത്തു. ഓക്കെ, അടുത്തത് പർച്ചേസ്ഡ് ടൈപ്പ് റൈറ്റർ ബൈ ചെക്ക് കൊടുത്തിട്ട് നമ്മൾ ടൈപ്പ് റൈറ്റർ പർച്ചേസ് ചെയ്തു, അത് എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കുക, ടൈപ്പ് റൈറ്ററിന് കൊടുക്കുക. അപ്പോൾ ചെക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ ബാങ്ക് കോളത്തിൽ 5400 കൊടുക്കുക. ഓക്കെ, അടുത്തത് സോൾഡ് ഗുഡ്സ് ആൻഡ് റിസീവ്ഡ് ചെക്ക്. നമ്മൾ ഗുഡ്സ് എന്ത് ചെയ്തു, സെയിൽ ചെയ്തു, ഗുഡ്സിൻ്റെ ക്യാഷിന് പകരം നമ്മൾ ചെക്കാണ് റിസീവ് ചെയ്തത്. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡെപ്പോസിറ്റഡ് ഓൺ ദി സെയിം ഡേയിൽ തന്നെ ആ കിട്ടിയ ചെക്ക് നമ്മൾ ബാങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സെയിം ഡേറ്റിൽ തന്നെ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത് കൊണ്ട്, അപ്പോൾ റെസിപ്റ്റ് ആണെന്ന് ഓൾറെഡി നമുക്കറിയാം, അതുകൊണ്ട് നമ്മൾ എവിടെ കൊടുത്തു, ബാങ്ക് കോളത്തിൽ കൊടുത്തു. അതായത് January 15 സെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാങ്ക് കോളത്തിൽ കൊടുത്തു. ഓക്കെ, ദെൻ പർച്ചേസ്ഡ് സ്റ്റേഷനറി ബൈ ചെക്ക്. നമ്മൾ ചെക്ക് കൊടുത്തിട്ട് സ്റ്റേഷനറി പർച്ചേസ് ചെയ്തു. അപ്പോൾ ഏത് സൈഡിലാണ് വരിക, ക്രെഡിറ്റ് സൈഡിലാണ് വരിക. January 17 സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ട് 1000, അതും ബാങ്ക് കോളത്തിലാണ് കൊടുക്കുക. ഓക്കെ, അടുത്തത് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. നമ്മൾ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. എത്ര രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്, 10,000 ആണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ആണ്. ഓക്കെ, ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പം ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് കുറയുകയും ചെയ്യും, ബിസിനസ്സിൻ്റെ ബാങ്ക് ബാലൻസ് എന്ത് ചെയ്യുകയും ചെയ്യും, കൂടുകയും ചെയ്യും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കയ്യിലുള്ള ക്യാഷ് കുറയാണ് ചെയ്യുക. കുറയുമ്പോൾ ഏത് സൈഡിലേക്കാണ് വരിക, പേയ്മെൻറ്റ് സൈഡിലേക്കാണ് വരിക. അപ്പോൾ January 20 അപ്പോൾ നമ്മൾ ക്യാഷ് കോളത്തിൽ 10,000 കുറവുണ്ടാവും. ഓക്കെ, എന്തെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുക, എന്തുകൊണ്ടാണ് അത് കുറഞ്ഞത്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് കൊടുത്തു, 10,000 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു 10,000 ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത് ക്യാഷ് കുറഞ്ഞു എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഇതേ സാധനം തന്നെ നമ്മൾ ക്യാഷ് കുറഞ്ഞതായിട്ട് നമ്മൾ കാണിച്ചു. അതായത് നമ്മൾ എന്ത് ചെയ്താണ്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറഞ്ഞു, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഡേറ്റ് ഇട്ട് കൊടുത്തു, എന്നിട്ട് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് കോളത്തിൽ 10,000 എഴുതി. ഓക്കെ, ഇനി നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടിയിട്ടുണ്ടാവും. ബാങ്ക് ബാലൻസ് കൂടുന്ന സമയത്ത് ഏത് സൈഡിലാണ് കൂടുക, ഡെബിറ്റ് സൈഡിലാണ് കൂടുക. അപ്പോൾ ഏത് സൈഡായിരിക്കും, എമൗണ്ട് കോളായിരിക്കും, ബാങ്ക് കോളായിരിക്കും. 10,000 കൂടിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ക്യാഷ് എന്നാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. January 20 ഡേറ്റ് കൊടുക്കുക, ക്യാഷ് എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നോക്കുക, ഒരേ എമൗണ്ട് ഡെബിറ്റിൽ വന്നു, അതേപോലെ തന്നെ ക്രെഡിറ്റിൽ സൈഡിലും വന്നു. ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ കോൺട്രാ എൻട്രി എന്ന് പറയാം. അപ്പോൾ LFൻ്റെ കോളത്തിൽ നമ്മൾ എന്തിട്ട് കൊടുക്കുക, അതിന് നേരെ C എന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതാണ് കോൺട്രാ എൻട്രി ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ 22 പെയ്ഡ് കാർട്ടേജ്. അതും ഒരു എക്സ്പെൻസ് ആണ്. കാർട്ടേജ് എന്ന് കൊടുത്തിട്ട് നമ്മൾ ക്യാഷ് കോളത്തിലാണ് കൊടുക്കുന്നത്. അടുത്തത് ചെക്ക് ഗിവൺ ടു മുദിത്ത് എന്ന് പറഞ്ഞ ആൾക്ക് നമ്മൾ ചെക്ക് കൊടുത്തു, 7000 രൂപയുടെ ചെക്ക് കൊടുത്തു. അപ്പോഴും നമ്മുടെ ബാങ്ക് ബാലൻസ് കുറയും. ക്രെഡിറ്റ് സൈഡിൽ മുദിത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ റെൻറ്റ് പെയ്ഡ് ബൈ ചെക്കാണ്. അതും ഇവിടെ കൊടുക്കും, ഈ പറഞ്ഞ പോലെ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ കുറയുന്നതായിട്ട് കാണിക്കാം. അടുത്തത് സാലറി പെയ്ഡ് ആണ്. സാലറി പേ ചെയ്യുന്ന സമയത്ത് ക്യാഷ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ ക്യാഷ് കോളം കുറയുന്നതായിട്ട് ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കുക. ബാക്കിയെല്ലാം നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ തന്നെ 2 എമൗണ്ട് കോളം എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്തിടുക. ആദ്യം നിങ്ങൾ ഇങ്ങനെ നേരെ വരയ്ക്കുന്ന സമയത്ത് നോക്കുക ഏത് സൈഡാണ്. അപ്പോൾ ആദ്യം നമ്മൾ ക്യാഷ് കോളം ബാലൻസ് ചെയ്യുമ്പം ക്യാഷ് കോളത്തിൽ ഡെബിറ്റ് സൈഡാണ് കൂടുതലുള്ളത്. അത് നമ്മൾ 2 സൈഡിലേക്ക് എടുത്തെഴുതി. ഓക്കെ, എത്രേൻ്റെ ഷോർട്ടേജ് ആണുള്ളത്, 7800 ഷോർട്ടേജ് ആണുള്ളത്. സാധാരണ നമ്മൾ ബാലൻസ് ചെയ്ത് ഇടുന്നത് പോലെ തന്നെ
പിന്നെ നമ്മൾ ബാങ്ക് കോളം നോക്കി, ബാങ്ക് കോളത്തിലും ഡെബിറ്റ് സൈഡാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ എത്രേൻ്റെ കുറവാണുള്ളത്? 28,700 കുറവാണുള്ളത്. ലെഡ്ജർ ബാലൻസ് സാധാരണ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. ചില ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് ബാലൻസ് ബാങ്കിൻ്റെത് ഈ സൈഡിലും ക്യാഷിൻ്റെത് ഓപ്പോസിറ്റ് സൈഡിലും ഒക്കെ വരാം. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യാം. ഇവിടെ എങ്ങനെയാണ് നോർമലി ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇല്ലുസ്ട്രേഷൻ 4 ആണ്. സെയിം പോലെ തന്നെയാണ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുക. ഇവിടെ കോൺട്രാ എൻട്രീസ് 2 പാർട്ടിൽ എന്ത് വരുന്നുണ്ട്? കോൺട്രാ എൻട്രീസ് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പോകാം. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷ് ബാലൻസ് ഒന്നും തന്നിട്ടില്ല. ഓക്കെ, കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 60,000 തന്നിട്ടുണ്ട്. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ബാലൻസ് ആണ്. അപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുവാണ് ചെയ്യുക. അതുകൊണ്ട് ഏത് സൈഡിലാണ്? ഡെബിറ്റ് സൈഡിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് കോളത്തിലാണ് 60,000 കൊടുക്കുന്നത്. അടുത്തത് ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട് വിത്ത് SBI. SBIയിൽ നമ്മൾ 45,000 റുപ്പീസ് കൊടുത്തിട്ട് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ ശ്രദ്ധിക്കുക, ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ക്യാഷാണ് നമ്മൾ ബാങ്കിൽ എന്ത് ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിലെ ക്യാഷ് കുറയുന്നതായിട്ട് കാണിക്കാം. അപ്പോൾ ഏത് സൈഡിലാണ് കുറയുന്നതായിട്ട് കാണിക്കുക? ക്രെഡിറ്റ് സൈഡിലാണ് കുറയുന്നതായിട്ട് കാണിക്കുക. April 3 കൊടുക്കുക. ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് കോളല്ലേ കുറയുക. അപ്പോൾ 45,000 ക്യാഷ് കോളത്തിൽ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, എന്തുകൊണ്ടാണ് കുറഞ്ഞത്? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ബാങ്കിൽ നിന്ന് കൊടുത്തു. ഓക്കെ, അടുത്തത് നമ്മൾ ഇതേ എമൗണ്ട് നമ്മളുടെ ബാങ്ക് ബാലൻസ് കൂട്ടിയിട്ടുണ്ടാവില്ലേ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട്? ഡെബിറ്റ് സൈഡിലേക്ക് വരിക. അപ്പോൾ നമ്മൾ ഏത് സൈഡ് കൊടുക്കുക? ബാങ്ക് കോളാണ് കൂടിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് കൂടിയത്? നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് പർട്ടിക്കുലർ കോളത്തിൽ നമ്മൾ ക്യാഷ് എന്ന് കൊടുത്തു. ഇതേ എൻട്രി 2 സൈഡിലും വന്നതുകൊണ്ട് കോൺട്രാ എൻട്രി ആണ്. അതുകൊണ്ട് LFൻ്റെ കോളത്തിൽ നമ്മൾ C എന്നിട്ട് കൊടുത്തു. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. നോർമലി പറഞ്ഞതുപോലെ തന്നെയാണ്. പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ് കൊടുത്തു, ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അതുകൊണ്ട് അത് കുറഞ്ഞു. നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ പർച്ചേസസ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് കോളം കുറയുന്നതായിട്ട് എഴുതി. അടുത്ത എന്താണ്? സോൾഡ് ഗുഡ്സ് ടു പർച്ചേസ്ഡ് ഓഫീസ് മെഷീൻ ഫോർ ക്യാഷ്. ഇതും സെയിം എൻട്രി തന്നെയാണ് വരുന്നത്. ക്യാഷ് കോളം കുറയുന്നതായിട്ടാണ് കാണിക്കേണ്ടത്. സോൾഡ് ഗുഡ്സ് ടു മഞ്ജുള ആൻഡ് റിസീവ്ഡ് ചെക്ക്. നമ്മൾ മഞ്ജുളയ്ക്ക് ഗുഡ്സ് സെയിൽ ചെയ്തു, എന്നിട്ട് ചെക്ക് എന്ത് ചെയ്തു? റിസീവ് ചെയ്തു. സോൾഡ് ഗുഡ്സ് ടു മഞ്ജുള ആൻഡ് റിസീവ്ഡ് ചെക്ക് 6,000 ആണ്. ഓക്കെ, April 15 നമ്മൾ മഞ്ജുളയ്ക്ക് എന്ത് ചെയ്യുന്നത്? ഗുഡ്സ് സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം സെയിൽസ് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപേൻ്റെ സെയിലാണ് നടന്നിരിക്കുന്നത്? 6,000 രൂപയാണ്. ഇത് സെയിം ഡേറ്റിലല്ല ഇവർ ബാങ്കിൽ ചെക്ക് എന്ത് ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കാം, മഞ്ജുളയ്ക്ക് April 15 ഗുഡ്സ് സെയിൽ ചെയ്തിട്ട് April 20 അത് ബാങ്കിൽ എന്ത് ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കേസിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നു. അപ്പോൾ April 15 ഫസ്റ്റ് സെയിൽ നടത്തുമ്പോൾ അത് ക്യാഷ് കോളത്തിൽ കാണിക്കാം. അങ്ങനെയാണ് റൂള്. ഓക്കെ, April 15 സെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യാഷ് കോളത്തിൽ 6,000 കൊടുത്തു. ഓക്കെ, ദെൻ April 18 അടുത്ത ട്രാൻസാക്ഷൻ വരുന്നത് ക്യാഷ് സെയിൽസ് ആണ്. അപ്പോൾ റെസീപ്റ്റ് സൈഡിലാണ് കൊടുക്കുക 10,000. ഓക്കെ, അതും ക്യാഷ് കോളത്തിൽ നമ്മൾ കൊടുത്തു. പിന്നെ നോക്കേണ്ടത് 20 എന്ത് സംഭവിച്ചിട്ടുണ്ട്? മഞ്ജുളാസ് ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. അതായത് 15 മഞ്ജുളേൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ചെക്ക് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് അല്ല ഉണ്ടാവുക, നമ്മുടെ ബാങ്ക് ബാലൻസ് ആയിരിക്കും കൂടിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ April 20 ക്യാഷ് ചെക്ക് എന്ന് പറഞ്ഞിട്ട് എത്ര കൊടുക്കുക? നമ്മുടെ ബാങ്ക് ബാലൻസ് ആണ് കൂടിയിട്ടുണ്ടാവുക 6,000. ഓക്കെ, സെയിം ഡേറ്റിൽ തന്നെ നമ്മളുടെ ക്യാഷ് ബാലൻസ് കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, സോ ഏത് സൈഡ് കൊടുക്കുക? ക്രെഡിറ്റ് സൈഡിൽ April 20 ബാങ്ക് ചെക്ക് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് കോളം കുറഞ്ഞതായിട്ട് കാണിക്കുക. അതായത് നമ്മുടെ കയ്യിലുള്ള ചെക്ക് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ കയ്യിലുള്ള എമൗണ്ട് കുറഞ്ഞു, ബാങ്കിലുള്ള എമൗണ്ട് എന്ത് ചെയ്തു? കൂടി. സെയിം ആണ് വരുന്നത്. അപ്പോൾ 2 സൈഡിലും ഒരേ എൻട്രി വന്നു, കോൺട്രാ എൻട്രി വരുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, ക്യാഷ് കോളത്തിലാണ് എമൗണ്ട് പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ നേരെ എന്ത് കൊടുക്കുക? നമ്മൾ ബാങ്കിൽ നിന്ന് കൊടുക്കുക. ബാങ്ക് കോളത്തിലാണ് എമൗണ്ട് പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ നേരെ എന്ത് കൊടുക്കുക? നമ്മൾ ക്യാഷ് എന്നും കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയ്ഡ് വേജസ് ബൈ ചെക്കാണ്. നിങ്ങൾക്കറിയാം, വേജസ് ചെക്ക് യൂസ് ചെയ്ത് പേ ചെയ്യുകയാണ്. അപ്പോൾ 3,000 ബാങ്ക് കോളത്തിൽ നിന്നാണ് കുറയുന്നതായിട്ട് കാണിക്കേണ്ടത്. പിന്നെ നമ്മൾ റെൻറ്റ് പേ ചെയ്തു, ചെക്ക് യൂസ് ചെയ്തിട്ടാണ്. അത് നമ്മൾ ഏത് സൈഡിലാണ് കൊടുക്കേണ്ടത്? ബാങ്ക് കോളത്തിൽ കുറയുന്നതായിട്ട് കാണിക്കുക. പിന്നെ അടുത്തത് ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. ബാങ്കിൽ നിന്ന് നമ്മൾ നമ്മളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ക്യാഷ് എന്ത് ചെയ്തു? വിഡ്രോ ചെയ്തു. അപ്പോൾ ഡ്രോയിങ് ആണ്. അപ്പോൾ നമ്മളുടെ എന്ത് കുറഞ്ഞിട്ടുണ്ടാവും? ബാങ്ക് ബാലൻസ്
കുറഞ്ഞിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ April 25 ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് ബാങ്ക് ബാലൻസ് കുറഞ്ഞു 3000 ആണ്. അത് ബിസിനസ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടില്ല. ബിസിനസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കോൺട്രാ എൻട്രി ആവുമായിരുന്നു. ഇവിടെ പേഴ്സണൽ ആണ്. സോ അത് നമ്മൾ ബാങ്ക് കോളത്തിൽ കുറയുന്നതായിട്ട് കാണിക്കാം. സിമ്പിളാണ്. അതേപോലെ തന്നെ ഇല്യൂസ്ട്രേഷൻ 5 നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക. ഇല്യൂസ്ട്രേഷൻ 5 9th-നും 15th-നും വരുന്ന എൻട്രി എന്താണ്? കോൺട്രാ എൻട്രിയാണ്. അത് മാത്രം നമുക്ക് നോക്കാം. 9th ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പം ബാങ്ക് ബാലൻസ് കൂടും, നമ്മുടെ കയ്യിലുള്ള ബിസിനസ്സിൻ്റെ ക്യാഷ് ബാലൻസ് കുറയും. അപ്പോൾ 9th കൊടുക്കുക. ഏത് കോളായിരിക്കും കൂടിയിട്ടുണ്ടാവുക? ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് കോളം കൂടിയിട്ടുണ്ടാവും, 5000 കൂടിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് കൂടിയത്? ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട്. ഓക്കെ, ഇനി 9th നമ്മുടെ കയ്യിൽ ക്യാഷ് കുറയുന്നതായിട്ട് കാണിക്കണ്ടേ? അപ്പോൾ 9th കൊടുക്കുക. നമ്മുടെ കയ്യിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ക്യാഷ് കുറഞ്ഞു. അപ്പോൾ ക്യാഷ് കോളത്തിൽ 5000 കൊടുക്കുക. പർട്ടിക്കുലർ കോളത്തിൽ എന്തുകൊണ്ടാണ് 5000 കുറയാനുള്ള റീസൺ? നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ കോൺട്രാ എൻട്രി ആണ്. അതുകൊണ്ട് സി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോളത്തിൽ കൊടുക്കാം. ദെൻ 15th വരുന്നത് ഇതേപോലെ തന്നെ ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ആണ്. സെയിം കേസ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഓക്കെ, അതും എന്താണ്? കോൺട്രാ എൻട്രി ആണ്. ബാക്കിയെല്ലാം നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ മാറ്റമില്ല. ഓക്കെ, ഇനി എങ്ങനെയാണ് ബാങ്ക് കോളം ക്യാഷ് ബുക്കിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്? നമ്മൾ ഓരോ ഐറ്റം എടുക്കുക. ആദ്യം ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റം എടുക്കുക. ഡെബിറ്റ് സൈഡിൽ ഏതൊക്കെയാണ് ഉള്ളത്? സെയിൽസ്, ക്യാഷ്, പിന്നെ രാഹുൽ ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞിട്ടൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ സെയിൽസ് ആണ് ചെയ്യുന്നത്. സെയിൽസ് ഡെബിറ്റ് സൈഡിലാണുള്ളത്. അപ്പോൾ സെയിൽസിൻ്റെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? സെയിൽസ് അക്കൗണ്ട്, അതായത് ഡബിൾ കോളം ക്യാഷ് ബുക്കോ അല്ലെങ്കിൽ ക്യാഷ് ബുക്കോ നോക്കിയിട്ട് നമ്മൾ സെയിൽസ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ആ സെയിൽസ് ഏത് സൈഡിലാണ് ഉള്ളത് നോക്കുക. ഇവിടെ സെയിൽസ് ഉള്ളത് ഡെബിറ്റ് സൈഡിലാണുള്ളത്. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം ഏത് സൈഡിലേക്ക് എമൗണ്ട് വരിക? ക്രെഡിറ്റ് സൈഡിലേക്കാണ് എമൗണ്ട് വരിക. അപ്പോൾ 10,000 എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കുക. ഏതാണ്? ക്യാഷ് എന്നാണ് പർട്ടിക്കുലർ കോളത്തിൽ കൊടുക്കുക. ഓക്കെ, അടുത്തത് ഏതാണ്? രാഹുൽസ് അക്കൗണ്ട് ആണ്. രാഹുൽസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ 25th ഇവിടെ വരുന്ന അടുത്തായിട്ട് ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യില്ല കേട്ടോ. അത് ഓൾറെഡി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യില്ല. അടുത്തായിട്ട് ഏതാണ്? രാഹുലാണ്. രാഹുലും വന്നിരിക്കുന്നത് ഏത് സൈഡിലാണ്? ഡെബിറ്റിലാണ് വരുന്നത്. അപ്പോൾ രാഹുലിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏത് സൈഡിലേക്ക് വരും? ക്രെഡിറ്റ് സൈഡിലേക്ക് വരും. എമൗണ്ട് കൊടുക്കാം. പർട്ടിക്കുലർ കോളത്തിൽ ക്യാഷ് എന്നാണ് നമ്മൾ കൊടുക്കുക. ഡേറ്റ് കൊടുക്കണം കേട്ടോ. ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ്. ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അവിടെ ഇത്രയും ഐറ്റംസ് ഉണ്ട് ക്രെഡിറ്റ് സൈഡിൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുമ്പം എമൗണ്ടുകൾ ഏത് സൈഡിലേക്ക് പോകും? നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഡെബിറ്റ് സൈഡിലേക്ക് പോകും. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലുള്ള ആദ്യത്തെ ഐറ്റം ആയിരുന്നു പർച്ചേസസ് അക്കൗണ്ട്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് എഴുതുന്നു. 2 സ്ഥലത്ത് പർച്ചേസസ് വന്നിട്ടുണ്ടായിരുന്നു. 2 പർച്ചേസസിൻ്റെ എമൗണ്ട് വന്നിരിക്കുന്നതും ഏത് കോളത്തിലാണെന്ന് നോക്കാം. ഓക്കെ, ഏത് കോളത്തിലാണ് 2 പർച്ചേസസിൻ്റെ കേസും വന്നിരിക്കുന്നത്? ആദ്യത്തെ പർച്ചേസസും ബാങ്ക് കോളത്തിൽ, അടുത്ത പർച്ചേസസ് അതും ബാങ്ക് കോളത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പർച്ചേസസിൻ്റെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? അത് ക്രെഡിറ്റിൽ എമൗണ്ട് വന്നതുകൊണ്ട് ഇവിടെ എന്തിലേക്ക് വരും? ഡെബിറ്റിലേക്ക് വരും. അപ്പം 2 ഡേറ്റ് എഴുതുക. 2ൻ്റെ എമൗണ്ട് കൊടുത്തു നമ്മൾ പർട്ടിക്കുലർ കോളത്തിൽ. ഏത് കോളത്തിലായിരുന്നു വന്നത്? ബാങ്കിൻ്റെ കോളത്തിൽ വന്നതുകൊണ്ട് ബാങ്ക് നമ്മൾ പർട്ടിക്കുലർ കോളത്തിൽ കൊടുത്തു. അടുത്തത് വേജസ് അക്കൗണ്ട് ആണ്. വേജസ് അക്കൗണ്ട് വന്നിരിക്കുന്നത് ക്യാഷ് എടുത്തിട്ടായിരുന്നു വേജ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വേജസ് ഓൾറെഡി ക്യാഷ് ബുക്കിൽ വന്നിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ വേജസ് അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് അത് ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എമൗണ്ട് പോസ്റ്റ് ചെയ്യുന്നത്. അടുത്തത് ട്രേഡ് എക്സ്പെൻസസ് അക്കൗണ്ട് ആണ്. ട്രേഡ് എക്സ്പെൻസസ് അക്കൗണ്ട് വരുന്നത് ബാങ്ക് കോളത്തിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പർട്ടിക്കുലർ ഇവിടെ എമൗണ്ട് കൊടുക്കുക, ബാങ്ക് എന്ന് കൊടുക്കാം. സെയിം അതേ മാറ്റർ തന്നെ നമ്മൾ സിമ്പിൾ കോളം ക്യാഷ് ബുക്കിൽ എങ്ങനെയാണോ റെക്കോർഡ് ചെയ്തത് അതേപോലെ തന്നെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്കിലും വരിക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എമൗണ്ട് വന്നിരിക്കുന്നത് ക്യാഷ് കോളത്തിലാണെങ്കിൽ പർട്ടിക്കുലറിൽ ക്യാഷ് എന്ന് കൊടുക്കുക, ബാങ്ക് കോളത്തിലാണ് വന്നെങ്കിൽ പർട്ടിക്കുലറിൽ ബാങ്ക് എന്ന് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ക്യാഷ് ബുക്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് പെറ്റി ക്യാഷ് ബുക്കാണ്. ഓക്കെ, എന്താണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് ഫസ്റ്റ് നോക്കാം. ഓക്കെ, ഒരു വലിയ ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിൽ
ലാർജ് നമ്പർ ഓഫ് റിപ്പീറ്റേറ്റീവ് ട്രാൻസാക്ഷൻസ് ഉണ്ടാകും. അതായത് ഒരുപാട് ട്രാൻസാക്ഷൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ആ റിപ്പീറ്റേറ്റീവ് ട്രാൻസാക്ഷനിൽ വരുന്ന എന്താണ് ഈ പേയ്മെൻറ്റുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി നമ്മൾ എന്ത് യൂസ് ചെയ്യുക, പെറ്റി ക്യാഷ് ബുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഈ പറഞ്ഞ പോലെ കൺവേയൻസ്, നമ്മുടെ യാത്രാ ചെലവുകൾ, കാർട്ടേജ്, പോസ്റ്റേജ് എക്സ്പെൻസ്, ടെലഗ്രാം, കൊറിയർ ചാർജ്, അങ്ങനെയുള്ള പല തരത്തിലുള്ള ഈവൻ ഓട്ടോ ചാർജ്, നമ്മുടെ സ്റ്റേഷനറി എക്സ്പെൻസ്, ഇത്തരത്തിലുള്ള ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് പേയ്മെൻറ്റുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്തരത്തിൽ ഉള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡ് ക്യാഷ്യറിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരാളെയും കൂടി എന്ത് ചെയ്യും, അപ്പോയിൻറ്റ് ചെയ്യും. ആ പേഴ്സണെയാണ് നമ്മൾ എന്ത് പറയുക, പെറ്റി ക്യാഷ്യർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ആരായിരിക്കും, ഈ പറയുന്ന പെറ്റി ക്യാഷ്യർ ആയിരിക്കും പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പം ഈ പെറ്റി ക്യാഷ് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് ബുക്ക് പ്രിപ്പയർ ചെയ്യും. അതിനെയാണ് നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ പെറ്റി ക്യാഷ്യർ ഇംപ്രസ്ഡ് സിസ്റ്റത്തിലാണ് എന്ത് ചെയ്യുന്നത്, പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർ ദിസ് സിസ്റ്റം എ ഡെഫിനിറ്റ് സം സേ, ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് 4000. അതായത് ഒരു ഡെഫിനിറ്റ് സം എന്ത് ചെയ്യും, നമ്മുടെ പെറ്റി ക്യാഷ്യറിന് ബിഗിനിങ്ങിൽ കൊടുക്കും. ഓക്കെ, ആ എമൗണ്ടിനെ പറയുന്ന പേരാണ് ഇംപ്രസ്ഡ് മണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പെറ്റി ക്യാഷ്യർ എന്ത് ചെയ്യും, ആ എമൗണ്ടിനുള്ളിലാണ് അയാൾ എല്ലാ പേയ്മെൻറ്റുകളും വരുത്തുന്നുണ്ടാവുക, ആ എമൗണ്ട് ഇംപ്രസ്ഡ് എമൗണ്ടിനുള്ളിൽ. ഓക്കെ, എന്നിട്ട് ആ പീരീഡ് എൻഡ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ആകെ വന്നിരിക്കുന്ന എക്സ്പെൻസുകളെല്ലാം എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇംപ്രസ്ഡ് മണി ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഇയാൾക്ക് എത്രയേ കൊടുത്തിട്ടുള്ളൂ, ഒരു 4000 ആയിരുന്നു കൊടുത്തിട്ടുള്ളതെങ്കിൽ അപ്പോൾ അതിലൊരു 3500 ആണ് ഇയാളുടെ പേയ്മെൻറ്റ് വയസ്സിൽ ചിലവായിട്ടുള്ളതെങ്കിൽ അയാൾക്ക് തിരിച്ച് കിട്ടുക 3500 മാത്രമേ കിട്ടുള്ളൂ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, ഡേ ടു ഡേ ഒരു ഫേമിൽ നടക്കുന്ന ഡേ ടു ഡേ സ്മോൾ പേയ്മെൻറ്റുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാറാണ് പെറ്റി ക്യാഷറാണ്. ഇംപ്രസ്ഡ് സിസ്റ്റത്തിലാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഒരു സം ഓഫ് എമൗണ്ട് വെച്ചിട്ടാണ് ഈ ബുക്ക് എന്ത് ചെയ്യുക, നമ്മൾ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ആ പീരീഡ് എൻഡ് ആവുന്ന സമയത്ത് എത്രയാണോ നമുക്ക് എക്സ്പെൻസ് വന്നിരിക്കുന്നത് ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും, പെറ്റി ക്യാഷറിന് റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സിമ്പിളാണ്. ഇനി എന്താണ് പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്? പെറ്റി ക്യാഷ് ബുക്കിന് എമൗണ്ട് റിസീവ്ഡ്, ആദ്യം നമുക്ക് കിട്ടുന്ന എമൗണ്ട്, ദെൻ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, വൗച്ചർ നമ്പർ, എമൗണ്ട് പെയ്ഡ്, നമ്മൾ എത്ര എമൗണ്ട് പേ ചെയ്തു, പിന്നെ നമ്മൾ അനാലിസിസ് ഓഫ് പേയ്മെൻറ്റ് എന്നാണ് അടുത്ത കോളത്തിന് പറയുന്നത്. അനാലിസിസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ എക്സ്പെൻസുകൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ അതിനൊക്കെ നമുക്ക് കോളം ഉണ്ടാക്കാം. ഇനി ഒരുപാട് 10-12 ഐറ്റമൊക്കെ ഉണ്ടെങ്കിൽ അത്രയും കോളം കൊടുത്തിട്ടില്ലെങ്കിലും എന്ത് ചെയ്യുക, ലാസ്റ്റ് ഒരു 4-5 എണ്ണം കൊടുത്തിട്ട് അവസാനം മിസലേനിയസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി വരുന്ന എല്ലാം അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, തന്നെ ഇനി നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം, ചെക്ക് ചെയ്യാം. ഇല്യൂസ്ട്രേഷൻ 6 മിസ്റ്റർ സുമിത് ദ പെറ്റി ക്യാഷർ ഓഫ് മിസ് ട്രാവൽസ് ഇന്ത്യൻ്റെ പെറ്റി ക്യാഷറാണ് ഈ സുമിത് എന്ന് പറയുന്നത്. അയാൾക്ക് മന്ത്ലി സ്റ്റാർട്ടിങ്ങിൽ 2000 റുപ്പിയാണ് ഏപ്രിൽ 1 റിസീവ് ചെയ്ത് കിട്ടിയത്. ഓക്കെ, ഹെഡ് ക്യാഷറിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളോട് ഇംപ്രസ്ഡ് സിസ്റ്റത്തിൽ പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഓട്ടോ ഫെയർ, കൊറിയർ സർവീസ്, പോസ്റ്റേജ് സ്റ്റാമ്പ്, പെൻസിൽ പാഡ്സ്, സ്പീഡ് പോസ്റ്റ് ചാർജസ്, ടാക്സി ഫെയർ, റിഫ്രഷ്മെൻറ്റ്, ഓട്ടോ ഫെയർ, ടെലിഗ്രാം എന്ന് പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതൊക്കെ എന്താണ്, ചെറിയ ചെറിയ സ്മോൾ എമൗണ്ടുകളാണ് വരിക. ഓക്കെ, ഇത് വെച്ചിട്ട് എങ്ങനെയാണ് പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തതെന്ന് നോക്കാം. ഓക്കെ, പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഈ 4 കോളം കമ്പൽസറി ആണ്. ഓക്കെ, ബാക്കിയുള്ള കോളം നിങ്ങളുടെ ഇപ്പോൾ എണ്ണം വേണമെങ്കിൽ കൂട്ടാൻ, നിങ്ങൾക്ക് കുറയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവസാനം ഈ പറഞ്ഞ മിസലേനിയസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു കോളം കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അഥവാ നിങ്ങൾക്ക് ബാക്കി വരുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കോളം എമൗണ്ട് റിസീവ്ഡ്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, വൗച്ചർ നമ്പർ, എമൗണ്ട് പെയ്ഡ്. ഓക്കെ, ബാക്കിയുള്ളത് ഇനി നോക്കുക, അനാലിസിസ് ഓഫ് പേയ്മെൻ്റ് ആണ്, എന്തൊക്കെ പേയ്മെൻറ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വന്നിരിക്കുന്ന കുറച്ച് പേയ്മെൻറ്റുകൾ വെച്ചിട്ടാണ് ഇവർ ഈ 4 കോളം ചെയ്തത്. ബാക്കി വരുന്നതിനൊക്കെ അവർ മിസലേനിയസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഐറ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്താണ്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഈ കോളംസ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. അവസാനം ഇങ്ങനെ ഒരു കോളം കൊടുത്താൽ മതി, മിസലേനിയസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ,
അപ്പോൾ നമ്മൾ 2000 രൂപയാണ് ഇയാൾക്ക് റിസീവ് ചെയ്ത് കിട്ടിയത്. അപ്പോൾ എമൗണ്ട് റിസീവ്ഡിൽ 2000 കൊടുക്കുക. എന്നിട്ട് 2014 ഏപ്രിൽ 1 ക്യാഷ് റിസീവ്ഡ് എന്നാണ് ഇതിന് പർട്ടിക്കുലർ കോളത്തിൽ കൊടുക്കേണ്ടത്. ഇനി 2-ാം തീയതി നടക്കുന്നത് എന്താണ്? ഓട്ടോ ഫെയർ കൊടുത്തു 200. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കൊടുക്കുക, ഡേറ്റ് 2 കൊടുക്കുക, ഓട്ടോ ഫെയർ എന്ന് പർട്ടിക്കുലർ കോളത്തിൽ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് 200 ആണ് പേ ചെയ്തത്. എമൗണ്ട് പെയ്ഡിൻ്റെ കോളത്തിലും 200 കൊടുക്കുക. എന്നിട്ട് അനാലിസിസ് ഓഫ് പേയ്മെൻറ്റിൽ ഭാഗത്തേക്ക് നോക്കുക. ഓട്ടോ ഫെയർ എന്ന് പറയുന്നത് അതൊരു കൺവെയൻസ് ചാർജാണ്, അതായത് നമ്മൾ ട്രാവലിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കൺവെയൻസ് കോളത്തിൽ എന്ത് കൊടുത്തു? 200 കൊടുത്തു. ഓക്കെ, അടുത്തത് വരുന്നത് ഏതാണ്? കൊറിയർ സർവീസ് ആണ്. 50 രൂപയാണ് കൊറിയർ സർവീസായിട്ട് വരുന്നത്. ഓക്കെ, കൊറിയർ സർവീസ് എന്ന് പറയുമ്പം അതെന്തിൽ വരുന്നതാണ്? പോസ്റ്റേജിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ 3-ാം തീയതി ഡേറ്റ് കോളത്തിൽ 3 കൊടുത്തു. കൊറിയർ സർവീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര കൊടുത്തു? ടോട്ടൽ പേയ്മെൻറ്റ് കോളത്തിൽ 50 കൊടുത്തു. എന്നിട്ട് നമ്മൾ പോസ്റ്റേജിൻ്റെ കോളത്തിലാണ് 50 കൊടുത്തത്. ഓക്കെ, അടുത്തത് 4-ാം തീയതി പോസ്റ്റേജ് സ്റ്റാമ്പാണ്. പോസ്റ്റേജ് സ്റ്റാമ്പിന് കൊടുക്കുമ്പോൾ നമ്മൾ ടോട്ടൽ കോളത്തിൽ 95 തന്നെ കൊടുക്കുക. എന്നിട്ട് പോസ്റ്റേജിൻ്റെ കോളത്തിൽ തന്നെയാണ് 95 കൊടുക്കുന്നത്. അടുത്തത് എന്താണ്? 5-ാം തീയതി പെൻസിൽ പാഡ്സ് വാങ്ങിച്ചു. അപ്പോൾ ടോട്ടൽ കോളത്തിൽ നമ്മൾ 65 കൊടുത്തു. ഓക്കെ, പെൻസിൽ പാഡ്സ് വാങ്ങിക്കാനുള്ള എക്സ്പെൻസ് നമ്മളിതാ സ്റ്റേഷനറി എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തിട്ടുണ്ട്. ആ കോളത്തിലാണ് പിന്നീട് നമ്മളത് റെക്കോർഡ് ചെയ്ത് കൊടുക്കുക. സ്പീഡ് പോസ്റ്റ് 6-ാം തീയതി അത് നമ്മൾ 40 ആണ്. അപ്പോൾ പോസ്റ്റേജിൻ്റെ ചാർജിലും ടോട്ടൽ കോളത്തിൽ എന്തായാലും നമ്മൾ കൊടുക്കണം, പോസ്റ്റേജിൻ്റെ കോളത്തിലും കൊടുത്തു. അടുത്ത എന്താണ് വരുന്നത്? 8-ാം തീയതി ടാക്സി ഫെയർ കൊടുത്തതാണ്, ടാക്സി ചാർജ് കൊടുത്തതാണ്. ടോട്ടൽ കോളത്തിൽ നമ്മൾ 295 കൊടുത്തു. അത് കൺവെയൻസിലാണ് വരിക. 295 കൺവെയൻസിൻ്റെ കോളത്തിൽ നമ്മൾ കൊടുത്തു. 9-ാം തീയതി റിഫ്രഷ്മെൻ്റ് ആണ്. അത് 310 ആണ്, 310 രൂപയാണ്. അത് നമ്മൾ ടോട്ടൽ കോളത്തിൽ കൊടുത്തു. ഇവിടെ നോക്കുക, അങ്ങനെ റിഫ്രഷ്മെൻ്റ് എന്ന് പറഞ്ഞൊരു കോളം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് നമ്മൾ എന്തിലേക്ക് കൊടുത്തു? 310 ഈ പറഞ്ഞിരിക്കുന്ന മിസലേനിയസ് എന്ന് പറഞ്ഞ കോളത്തിലേക്ക് കൊടുത്തു. അടുത്ത എന്താണ്? ഓട്ടോ ഫെയർ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് കൊടുക്കേണ്ടത്. ടെലഗ്രാം അത് കറസ്പോണ്ടിങ് കോളത്തിൽ കൊടുക്കുക. കമ്പ്യൂട്ടർ, സ്റ്റേഷനറി അത് ടോട്ടലിലും കൊടുക്കുക. എന്താണെങ്കിലും ആദ്യം നമ്മൾ ടോട്ടൽ കോളത്തിൽ റെക്കോർഡ് ചെയ്യണം. ബസ് ഫെയർ ടോട്ടലിൽ കൊടുക്കുക, കൺവെയൻസിൽ കൊടുക്കുക. STD കോൾ ചാർജ് അത് ടെലഗ്രാം അതിലേക്ക് കൊടുക്കുക. റിഫ്രഷ്മെൻറ്റ് അതും ഈ പറഞ്ഞിരിക്കുന്ന ടോട്ടലിൽ കൊടുക്കുക. ലാസ്റ്റ് കൺവെയൻസിലേക്കാണ് നമ്മൾ കൊടുത്തത്, ബിക്കോസ് റിഫ്രഷ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കോളം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അടുത്തത് ഫോട്ടോസ്റ്റാറ്റ് ചാർജസ് സ്റ്റാർട്ടിങ്ങിലുള്ള ടോട്ടൽ കോളത്തിലും കൊടുക്കുക. എന്നിട്ട് മിസലേനിയസിൻ്റെ കോളത്തിലും കൊടുക്കുക, കാരണം അങ്ങനെ ഒരു കോളം നമ്മൾ എഴുതാത്തതുകൊണ്ട്. ഓക്കെ, കൊറിയർ സർവീസ്, ബസ് ഫെയർ ഇതൊക്കെ ഇതേപോലെ കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ കോളത്തിൽ എമൗണ്ട് എഴുതുമ്പോൾ നിങ്ങൾ തെറ്റിക്കാണ്ടിരുന്നാൽ മതി. ഇനിയിപ്പം ഈ 205 നിങ്ങളോട് ഈ കോളത്തിൽ നിന്നുള്ളത് ഇങ്ങോട്ടായി പോയി എന്ന് വിചാരിച്ചാലും നിങ്ങളുടെ പ്രോബ്ലം ഒന്നും തെറ്റില്ല, കാരണം ഓൾറെഡി കാൽക്കുലേഷന് വേണ്ടിയുള്ളത് നമ്മൾ എവിടേക്ക് കൊടുത്തിട്ടുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കോളത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം തെറ്റിക്കണം എന്നല്ല പറയുന്നത്, മാറിപ്പോയി കഴിഞ്ഞാലും ഈ പറഞ്ഞ പേയ്മെൻറ്റ് കോളംസ്, അനാലിസിസ് കോളംസ് മാറിപ്പോയാലും നമ്മളുടെ ഈ ടോട്ടൽ കോളം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ആൻസർ കറക്റ്റ് കിട്ടും. ഇനി ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്യാൻ നോക്കുക. ബാലൻസ് ചെയ്യുന്ന കേസിൽ ഓക്കെ, മിസലേനിയസിൽ റെക്കോർഡ് ചെയ്യേണ്ടത് ഈ കോളത്തിലൊന്നും ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റാത്ത ഐറ്റംസ് ആണ് മിസലേനിയസിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. ഇത് ഇനി നമ്മൾ ടോട്ടൽ എന്ത് ചെയ്യുക? ടോട്ടൽ കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അക്കൗണ്ട് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മുടെ ടോട്ടൽ കോളം ആദ്യം ഒരു ലൈൻസ് വരയ്ക്കാം. നേരെ എല്ലാ കോളംസും വെച്ചിട്ട് ഇങ്ങോട്ട് വരയ്ക്കാൻ പാടില്ല, അവിടേക്ക് ലൈൻസ് വരയ്ക്കാം. എന്നിട്ട് നമ്മളുടെ ടോട്ടൽ കോളം ഫസ്റ്റ് ടോട്ടൽ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഓരോ എമൗണ്ട് കോളം നിങ്ങൾ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. പേയ്മെൻറ്റ് കോളംസും ടോട്ടൽ ചെയ്യുക. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കോളംസും ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടണം? ഈ ടോട്ടൽ കോളത്തിൻ്റെ ഈ ഒരു എമൗണ്ട് കിട്ടണം. ഓക്കെ, ഇനി നമ്മൾ ബാലൻസ് ചെയ്യാണ്. ഒരു മാസത്തെ കണക്കാണ് നമുക്ക് തന്നത്, അതുകൊണ്ടാണ് നമ്മൾ 13th ഇട്ടത്. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ ലൈൻ വരയ്ക്കുക. അതേ ഇതിൽ നമ്മൾ ഇവിടെയും വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ് നമുക്ക് സ്റ്റാർട്ടിലും കിട്ടിയത്? 2000 ആണ്. ഇവിടെ നമ്മൾ ആ 2000 തന്നെ കൊടുത്തു. ഓക്കെ, എത്രേൻ്റെ ഷോർട്ടേജ് ആണുള്ളത്? 2000ൽ നിന്ന് 1794 കുറച്ചാൽ 206ൻ്റെ ഷോർട്ടേജ് ആണ് നമുക്ക് ബാലൻസ് ആണുള്ളത്. അപ്പോൾ ബാലൻസ് CBRD 206 കൊടുക്കുക. ഇവിടെയും എന്ത് തന്നെ കൊടുക്കുക? 206 കൊടുക്കുക. ഇതിൽ നിന്ന് 2000ൽ നിന്ന് 206 കുറയ്ക്കുന്ന സമയത്ത് 1794 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നേരെ കൊടുക്കുക. ഓൾറെഡി ഇവിടെ നമ്മൾ കൊടുത്തു ബാലൻസ് ക്യാരി ഡൗൺ. ഇതിൻ്റെ നേരെ കൊടുക്കുക. മെയ് മാസം അടുത്ത മാസത്തെ ബാലൻസ് ബ്രോ ഡൗൺ ആണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് റിസീവ് ചെയ്യുന്ന ക്യാഷ്, നമുക്ക് ചിലവായ ക്യാഷ് മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അതുകൊണ്ട് 1794 എന്ന് പറഞ്ഞിട്ട് മെയ് 1 നമുക്ക് കിട്ടിയ ക്യാഷ് എത്രയാണ്?
ഈ ഒരു എമൗണ്ട് ആണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക, പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുക. ബാലൻസ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം, സാധാരണ ലെഡ്ജർ ബാലൻസ് ചെയ്യുമ്പോൾ തന്നെ ചെയ്തിടുക. എന്നിട്ട് ക്ലോസിംഗ് ബാലൻസ് നമ്മൾ കൊടുത്തു, ആ ക്ലോസിംഗ് ബാലൻസ് ഇവിടെ അതേപോലെ തന്നെ കൊടുത്തു. അപ്പോൾ 2000 നിന്ന് 206 ലെസ് ചെയ്താൽ 1794 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത മാസത്തെ ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ ഇത്രയും എമൗണ്ട് ആണ് നമുക്ക് നമ്മുടെ മെയിൻ ക്യാഷ്യറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇത്രേ പഠിക്കാനായിട്ടുള്ളൂ. ടൈപ്പ് ഓഫ് ക്യാഷ് ബുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു, 3 ടൈപ്പ് ക്യാഷ് ബുക്ക്. താങ്ക് യു.